നമസ്കാരം. സെയിന്റസ്കുവിന്റെ വീട്ടിൽ നിന്നിറങ്ങിയ മാർക്ക് ഫെല്ലർ അവിടുന്ന് നേരെ എത്തിയത് ഒരു സത്രത്തിലാണ്. ആ സത്രത്തിൽ മാർക്ക് തങ്ങുന്ന ആ രാത്രിയിൽ മാർക്കിന്റെ അടുത്തേക്ക് തികച്ചും അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വന്നു. അയാള് മാർക്കിനെ കണ്ടതും ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, നീ ഇപ്പോൾ ശരിക്കും ഫേമസ് ആണല്ലോ. വന്ന അപരിചിതനെ വല്ലാത്തൊരു കൗതുകത്തോടെ നോക്കുമ്പോഴാണ് മാർക്കിനോട് ആ ചോദ്യം അയാൾ ചോദിച്ചത്. മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല എന്താ നിനക്കിപ്പോൾ വേണ്ടത്? മാർക്ക്, നിനക്കറിയാമല്ലോ എനിക്ക് എന്താണ് വേണ്ടതെന്ന്. എനിക്കെന്നല്ല, ഈ ഹോളി റീജിയനിൽ എല്ലാവർക്കും എന്താണ് വേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മാർക്കിന് കഥ മനസ്സിലായി. മാർക്കിന്റെ കയ്യിലുള്ള ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറാണ് അവന് വേണ്ട സംവിധാനം. മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ് നീ ആരാ എന്നെനിക്കറിയത്തില്ല, നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല, നീ വേഗം സ്ഥലം വിടാൻ നോക്ക്, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല. മാർക്ക്, നീ വെറുമൊരു സെമി സെയിൻ്റ് ആണ്. ഒരു സെമി സെയിന്റിന് ഇത്ര അഹങ്കാരം നല്ലതല്ല. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളെ ഒന്ന് സ്കാൻ ചെയ്തു. അയാളും ശരിക്കും ഒരു സെമി സെയിൻ്റ് ആണ്. പക്ഷേ മാർക്കിനേക്കാൾ ശക്തി ഉണ്ടെന്ന് അവൻ്റെ ഓറ മാർക്കിനോട് പറയുന്നുണ്ട്. അവൻ ചിരിച്ചുകൊണ്ടാണ് മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്ക് അവനോട് പറഞ്ഞു, നോക്ക്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, നിങ്ങൾ സ്ഥലം വിടാൻ നോക്ക്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാം നീ സാധാരണഗതിയിൽ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ ഹാൻഡ് ഓവർ ചെയ്യില്ലെന്ന്. അതുകൊണ്ട് നിന്നെ പിടികൂടി നിന്റെ കയ്യിൽ നിന്ന് ബലമായി അത് പിടിച്ചു നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് ഒന്ന് ആഞ്ഞതും അവർക്കിടയിലേക്ക് ശക്തമായ ഒരു പ്രഷറോടുകൂടി ഒരാൾ കടന്നു വന്നു. നല്ല പൊക്കമുള്ള സുമുഖനായ ആ ചെറുപ്പക്കാരൻ അയാളുടെ മുന്നിലേക്ക് എത്തിയതും മാർക്ക് ഫെല്ലർ ശരിക്കും ഞെട്ടി. അത് സാക്ഷാൽ ഇമോർട്ടൽ ക്രെയിനാണ്. ഇമോർട്ടൽ ക്രെയിനെ കണ്ട എതിരെ നിൽക്കുന്ന മനുഷ്യനും ഒന്ന് ഞെട്ടി. പക്ഷെ ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം അയാൾ ഉറക്കെ പറഞ്ഞു, മാർക്ക്, നിനക്ക് ഈ ഡീമൺ റൈസുമായി ബന്ധമുണ്ടല്ലേ? മാർക്ക്, ഇത് ഞാൻ എല്ലാവരോടും പറയും. മാർക്ക്, ഇനി നിനക്ക് രക്ഷയില്ലടാ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്കിറങ്ങി ഓടാൻ പോയതും ഇമോർട്ടൽ ക്രെയിൻ ഒരൊറ്റ കുതിപ്പ്. ആ സത്രത്തിന്റെ വാതിൽ കടക്കാൻ ആ ചെറുപ്പക്കാരന് കഴിയും മുമ്പ് ഇമോർട്ടൽ ക്രെയിൻ്റെ കൈ അവൻ്റെ തലയിൽ വീണ് കഴിഞ്ഞു. ഒറ്റയടിക്ക് ഇമോർട്ടൽ ക്രെയിൻ അവനെ അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, അവനെ ഇമോർട്ടൽ ക്രെയിൻ എടുത്ത് വിഴുങ്ങുകയും ചെയ്തു. സാധാരണ വന്യമൃഗങ്ങളൊക്കെ ജന്തുക്കളെ കൊന്നു തിന്നും പോലെ ഇമോർട്ടൽ ക്രെയിൻ അതേ വേഗതയിൽ അവനങ്ങ് അകത്താക്കി എന്നുള്ളതാണ് സത്യം. മാർക്ക് ശരിക്കും സ്റ്റക്കായി അങ്ങനെ നിൽക്കുകയാണ്. മാർക്കിനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ കാണുന്ന ആ കാഴ്ചകൾ. പക്ഷെ ഇമോർട്ടൽ ക്രെയിൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. ഇമോർട്ടൽ ക്രെയിൻ നടന്ന് അവിടെയുള്ള ടേബിളിന്റെ അടുത്ത് വന്നിരുന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാർക്ക് ഓടി വന്ന് ഇമോർട്ടൽ ക്രെയിൻ്റെ അടുത്തുള്ള കസേരയിലിരുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദർ. അങ്ങനെ മാർക്ക് വിളിച്ചതും ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരാൾ കൂടിയുണ്ട്. നേരത്തെ വന്ന ആളിനെ ഒപ്പം ഒരാൾ കൂടെ ഉണ്ടെന്നാണ് അത് കേട്ടപ്പോൾ മാർക്കിന് തോന്നിയത്. മാർക്ക് ആ ഇരുട്ടത്തേക്ക് അങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്ന ആളെ കണ്ട മാർക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ ശ്രീറാമാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ദ ഒൺ ആൻഡ് ഓൺലി സെക്ഷൻ മാസ്റ്റർ. മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ ശ്രീറാമിനെ നോക്കുമ്പോൾ ശ്രീറാം നടന്ന് ഇമോർട്ടൽ ക്രെയിൻ്റെ തൊട്ടടുത്തുള്ള കസേര വന്നിരുന്നു. മാർക്കിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീറാം ഡീമൺ റേസുമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ആ ഇരിപ്പ് സൂചിപ്പിക്കുന്നത്. അതാണ് മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്തത്. മാർക്ക് അമ്പരപ്പോടെ ശ്രീറാമിനെ നോക്കുമ്പോൾ ശ്രീറാം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവരെന്റെ സഹോദരനെ കൊന്നു. സിനിയർ എന്താ പറഞ്ഞേ? മാർക്കിന് ആ വാർത്ത വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കിയാണ്. ശ്രീറാമിന്റെ സഹോദരൻ ശ്രീഹരിയാണ്. ശ്രീഹരിയെ അവർ കൊന്നു എന്നാണ് ശ്രീറാം പറഞ്ഞത്. മാർക്കിന്റെ അമ്പരപ്പ് അവന്റെ മുഖത്ത് ദൃശ്യമാണ്. ശരിക്കും മാർക്ക് കിടുങ്ങിപ്പോയെന്ന് പറയാം ആ വാർത്ത കേട്ടിട്ട്. സീനിയർ, എന്താ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ആരാ ശ്രീഹരിയെ ഉപദ്രവിച്ചത്? ഒരുപാട് ചോദ്യങ്ങൾ മാർക്കിന്റെ വായിൽ നിന്ന് തുരുതുരാ പുറത്തേക്ക് വന്നതും ശ്രീറാം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ഷീ കുടുംബത്തിലെ ആളുകളാണ് അവനെ ആക്രമിച്ചത്. മാർക്ക്, ഞാൻ എന്തായാലും തീരുമാനിച്ചു,
ഇനി ഷീ കുടുംബം വേണ്ട. ശരിക്കും വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ നിമിഷത്തിൽ ശ്രീറാം നടത്തിയത്. ഇനി ഷീ കുടുംബം വേണ്ട. അവിടെ ഹോളി റീജിയനിൽ ഏറ്റവും ശക്തരായ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ടോപ്പിൽ നിൽക്കുന്ന കുടുംബമാണ് ശരിക്കും ഈ ഷീ കുടുംബം. ഷീ കുടുംബത്തിൽ ലെജൻഡേഴ്സ് ആണുള്ളത്. അമാനുഷിക ശക്തിയുള്ള ഒരുപാട് യോദ്ധാക്കൾ ആ ഫാമിലിയുടെ ഭാഗമാണ്. അവരുടെ അസ്തിത്വം ആരും ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അവരെയാണ് ഇല്ലാതാക്കുമെന്ന് സാക്ഷാൽ ശ്രീറാം പറയുന്നത്. മാർക്ക് വല്ലാത്തൊരു അവിശ്വസനീയതയോടുകൂടി ശ്രീറാമിനെ നോക്കുമ്പോൾ ശ്രീറാം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവരെ ഇല്ലാതാക്കാൻ ഞാൻ ഏത് സഹായവും തേടും. അതുകൊണ്ടാണ് ഞാൻ ഡീമൺ റേസിന്റെ ഭാഗമായത്. ഇപ്പോൾ കഥ വ്യക്തമാണ്. ഷീ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രീറാം ഡീമൺ റേസിന്റെ ഭാഗമായിരിക്കുകയാണ്. അത് കേട്ട മാർക്ക് മറുപടി പറയാനാകാതെ ശ്രീറാമിനെയും ഇമോട്ടക്രേനെയും മാറി മാറി നോക്കുമ്പോൾ ശ്രീറാം മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഞങ്ങൾക്കൊപ്പം വരുന്നുണ്ടോ? മാർക്കിനെ ഇപ്പോൾ ഷീ കുടുംബം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഡീമൺ റേസിന്റെ പ്രൊട്ടക്ഷൻ മാർക്കിനെ കൂടിയേ തീരും. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ശ്രീറാം ആ ചോദ്യം ചോദിച്ചത്. ചോദ്യം കേട്ടതും മാർക്ക് ശ്രീറാമിനോട് പറഞ്ഞു, സീനിയർ, ശ്രീഹരി എനിക്ക് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തെ തൊട്ട ആളുകളെ വെറുതെ വിടാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കൊപ്പം വരാൻ പറ്റില്ല. എനിക്ക് 1-2 കാര്യങ്ങൾ അത്യാവശ്യമായി ചെയ്തു തീർക്കാനുണ്ട്. മാർക്കിന്റെ മുന്നിൽ ആ പാത്ത് ഓഫ് ഹെവന്റെ ഡേറ്റ് ഉണ്ട്. ആ തീയതിയിൽ ഷൈനും എവനും തമ്മിലുള്ള വിവാഹ നിശ്ചയം മിക്കവാറും നടക്കും. അതിനെ എങ്ങനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് മാർക്കിന്റെ മുന്നിലെ ഇപ്പോഴത്തെ അടിയന്തര ടാർഗറ്റ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ മാർക്കിന് മറ്റെന്തും തീരുമാനിക്കാൻ പറ്റൂ. മാർക്ക് ഫെല്ലർ പറയുന്ന കാര്യം ശ്രീറാമിന് മനസ്സിലാകുന്ന കാര്യമാണ്. മാർക്കിന്റെ അടിയന്തര ആവശ്യം എന്താണെന്നും ശ്രീറാമിന് നന്നായിട്ട് അറിയാം. ശ്രീറാം മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, എന്നാ ഞങ്ങൾ ഇറങ്ങിയാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുമായി സഹകരിക്കും. ഡീമൺ റേസും ഹ്യൂമൻ റേസും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ താൻ ഇനി ആരുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും? ആ ഒരു ചോദ്യം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ ശരിക്കും തറച്ചു നിൽക്കുകയാണ്. മനുഷ്യ റേസിന്റെ ഭാഗമാണ് എമിലി ബ്ലാക്ക്. അതുപോലെ മാർക്കിനറിയാവുന്ന ജൂ ഉൾപ്പെടെയുള്ള മറ്റനവധി ആളുകൾ. അവർക്കൊപ്പം നിൽക്കണമോ ഡീമനുകൾക്കൊപ്പം നിൽക്കണോ? അതാണ് മാർക്കിന് മുന്നിലെ ചോദ്യം. ശരിക്കും എല്ലാ മനുഷ്യരും ഭൂമിയിലെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് മൃഗങ്ങളായിരുന്നവരാണ്, അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ച് മനുഷ്യകുലം ഉണ്ടായെന്നാണ് കഥ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാടിനകത്ത് അതിശക്തമായ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം കൊണ്ട് പതുക്കെ പതുക്കെ ഇന്റലിജൻസ് ഉണ്ടായി. അതിന് അനുബന്ധമായി ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടായി. മൃഗങ്ങൾ മനുഷ്യരായി രൂപം കൊണ്ട സംവിധാനത്തെയാണ് ഡീമൺ റേസ് എന്ന് എല്ലാവരും വിളിക്കുക. ആ ഡീമനുകൾ യഥാർത്ഥത്തിൽ പുതിയ മനുഷ്യരാണ്. നേരത്തെയുള്ള മനുഷ്യരും പുതിയ മനുഷ്യരും തമ്മിലുള്ള സംഘടനമാണ് നടക്കാൻ പോകുന്നത്. അപ്പോ ഏത് ഭാഗത്ത് നിൽക്കണം? അതൊരു ചോദ്യം തന്നെയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചിട്ട് വീണ്ടും മാർക്കിന്റെ പ്രധാന ബിസിനസ്സിലേക്ക് കടന്നു. ഇനി കൃത്യം 10 ദിവസം. ഈ 10 ദിവസത്തിനുള്ളിൽ ആ ഡേറ്റ് എത്തും. പാത്ത് ഓഫ് ഹെവൻ, സകലരും സ്വപ്നം കാണുന്ന ആ ഡേറ്റ്. മാർക്ക് ഫെല്ലർ നേരത്തെ സെയിന്റ് ഗൂനെ കണ്ടപ്പോൾ ആ തീയതിയെക്കുറിച്ചും പാത്ത് ഓഫ് ഹെവനെ കുറിച്ചൊക്കെ വിശദമായി ചോദിച്ചിരുന്നു. അപ്പൊ സെയിന്റ് ഗൂ മാർക്കിനോട് ഒരു കാര്യം പറഞ്ഞു, ഈ അടുത്ത കാലത്തൊന്നും ഹെവനിൽ നിന്ന് അങ്ങനെ ഒരു പ്രകാശം ഈ ഹോളി റീജിയനിൽ പതിച്ചിട്ടില്ല. അവളുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ ആ പ്രകാശം വീഴുന്ന ദിവസം ഹോളി റീജിയനിലേക്ക് ഇരച്ചെത്തും. പക്ഷേ ഒരു വിഷയം, അത് എവിടെയായിരിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഹോളി റീജിയനിൽ എവിടെ വേണമെങ്കിലും ആ പ്രകാശം വീഴാം. അത് എവിടെയായിരിക്കും, അതെങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് ഇപ്പോൾ മാർക്കിനെ അലട്ടുന്ന കാര്യം. മാർക്കിന്റെ അച്ഛൻ്റെ ലൈബ്രറിയിലൂടെ ആ ഡിഡക്ഷൻ ടെക്നിക്കുകളിലൂടെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗമാണ് 4 ദിവസം അങ്ങ് പോയത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ മാർക്കിന് എന്തൊക്കെയോ ഒരു മാറ്റം ഫീൽ ചെയ്തു. മാർക്കിന് സ്വയം തോന്നുന്നതാണോ ആ മാറ്റം, അതോ ചുറ്റുപാടും എല്ലായിടത്തും ആ മാറ്റം തോന്നുന്നുണ്ടോ എന്നൊരു സംശയം മാർക്കിന് തോന്നിയതും മാർക്കിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സത്രത്തിന്റെ വെളിയിലെത്തി. മാർക്കിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലേക്ക് കയറപ്പോൾ റോഡിൽ അമ്പരപ്പിക്കുന്ന ചില കാഴ്ചകളാണ് മാർക്ക് കാണുന്നത്. റോഡിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോട് കൂടി എല്ലാ ഭാഗത്തേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ശക്തമായ ഒരു ഫീല് സകലർക്കും അനുഭവപ്പെടുന്നുണ്ട്. ആ ഫീൽ അനുഭവപ്പെടുമ്പോൾ എല്ലാ ആളുകൾക്കും അവർ കുറെ കൂടി ശക്തരായതുപോലെ ഒരു തോന്നൽ.
ആ തോന്നൽ അവർക്ക് ഉണ്ടാകുമ്പോൾ എല്ലാ ആളുകളും ആകാശത്തേക്ക് നോക്കുന്നുമുണ്ട്. ആകാശത്തുനിന്ന് പ്രകാശരശ്മികൾ എല്ലാ മേഖലയിലേക്കും അങ്ങനെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ സൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും നക്ഷത്രങ്ങൾ അങ്ങനെ ജ്വലിച്ചു നിൽക്കും. ഇത് നക്ഷത്ര പ്രകാശമൊന്നുമല്ല, മറ്റെന്തോ സംഭവമാണ്. പ്രകാശരശ്മികൾ ആകാശത്തുനിന്ന് എല്ലാ മേഖലയിലേക്കും അരിച്ചരിച്ചിറങ്ങുകയാണ്. ആ പ്രകാശരശ്മികൾ താഴേക്ക് വരുമ്പോൾ അത് സ്പർശിക്കുന്ന സ്ഥലത്തൊക്കെ ശരിക്കും ഒരു ശക്തി കൂടുന്ന പോലെ ഒരു തോന്നൽ. ആളുകൾക്ക് ഏത് ഭാഗത്തേക്ക് ഓടണം എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. മാർക്ക് പെട്ടെന്ന് കണ്ണടച്ച് ആ പ്രകാശരശ്മികളുടെ ഒരു കേന്ദ്രം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. യഥാർത്ഥത്തിൽ പാത്ത് ഓഫ് ഹെവന്റെ ആ പാത്ത് തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു ഡിഡക്ഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. മാർക്കിന് സ്പിരിച്വൽ എനർജി ഫോളോ ചെയ്ത് മിസ്റ്റിക് വേൾഡിൽ എത്താനുള്ള ഒരു കഴിവ് നേരത്തെ തന്നെ ഉണ്ട്. സ്പിരിച്വൽ എനർജി തിരിച്ചറിയുമ്പോൾ തന്നെ അപൂർവങ്ങളായ സസ്യങ്ങൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ സാന്നിധ്യം ഗണിക്കാനുള്ള കപ്പാസിറ്റി മാർക്കിനുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ്. ആ ഊർജം ഓരോ വസ്തുവിലും, ഓരോ വ്യക്തിയിലും, ഓരോ സംവിധാനത്തിലും വ്യത്യസ്ത രീതികളിലാണ് ഉള്ളത്. ഓരോന്നിനും വ്യത്യസ്ത ഊർജമുണ്ടെന്ന അർത്ഥം. ആ ഊർജങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി അതാണ് മാർക്കിന് ഉള്ളത്. മാർക്ക് ആ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ നടത്തി നോക്കുകയാണ്. ഡിഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഊർജത്തിൽ നിന്ന് മാർക്ക് ചിലതങ്ങ് ഒഴിവാക്കും. നമ്മൾ ഈ അശ്വമേധം കളിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഒക്കെ ആയിരിക്കും. സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ മുഴുവൻ അങ്ങ് ഡിഡക്റ്റ് ചെയ്യുമല്ലോ, അതേ ശരി. ഇവിടെ മാർക്ക് ആ പാത്ത് ഓഫ് ഹെവന്റെ ഊർജ സോഴ്സ് ഡിഡക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ഊർജ സോഴ്സൊക്കെ പെട്ടെന്ന് മാറ്റുകയാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറിന്റെ ശ്രമം മാർക്ക് നടത്തിക്കാണും. ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉള്ള സ്ഥലത്താണ് മാർക്ക് നിൽക്കുന്നത്. എല്ലാ സംവിധാനങ്ങളിൽ നിന്നും അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. മരങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും ശക്തരായ യോദ്ധാക്കളിൽ നിന്നും ഒക്കെ ഓറ ഉണ്ടാകുന്നുണ്ട്. ആ ഓറകൾക്കിടയിൽ നിന്ന് ശരിക്കും പാത്ത് ഓഫ് ഹെവന്റെ ആ ഊർജം മാത്രം തിരിച്ചറിയുക, അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് അത് തിരിച്ചറിഞ്ഞതും ആ ഊർജ സോഴ്സ് ലക്ഷ്യമാക്കി മാർക്ക് നീങ്ങി തുടങ്ങി. മാർക്ക് എങ്ങനെ അതിവേഗം റോഡിൽ കൂടെ മൂവ് ചെയ്യാണ്. മാർക്ക് റോഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അതേ പാതയിൽ കൂടി മൂവ് ചെയ്യുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. പല തരത്തിലുള്ള വാഹനങ്ങളിലും ആകാശത്തൂടെ പറന്നുമൊക്കെ ആളുകൾ അങ്ങനെ മൂവ് ചെയ്യാണ്. മറ്റു ദിശകളിലേക്ക് മൂവ് ചെയ്യുന്നവരുമുണ്ട്. ശരിയായ ഡിഡക്റ്റ് ചെയ്ത ആളുകൾ മാർക്കിന്റെ പാത തന്നെ ഫോളോ ചെയ്യാണ്. മാർക്ക് പെട്ടെന്ന് വേഗത കൂട്ടി. അതിവേഗം മൂവ് ചെയ്യാൻ വേണ്ടി മാർക്ക് തറയിൽ നിന്ന് ആകാശത്തേക്ക് ജമ്പ് ചെയ്ത് ആകാശത്തൂടി അങ്ങനെ ഒഴുകി നീങ്ങി തുടങ്ങി. മാർക്ക് മാത്രമല്ല അങ്ങനെ ഒഴുകി നീങ്ങുന്നത്, ഒരുമാതിരിപ്പെട്ട എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകളും ആകാശത്തൂടി അങ്ങനെ ഒഴുകി നീങ്ങുകയാണ്. സകലരും കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണെന്ന് പറയാം. അല്ലെങ്കിൽ പൂർണ്ണമായും ശ്രദ്ധ ഏതൊരു ലക്ഷ്യത്തിലേക്ക് കൊടുക്കുകയാണ്. മാർക്ക് ഫെല്ലർ അതിവേഗം അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ മാർക്കിന് തന്റെ വേഗത പോരാന്ന് തോന്നിയതും മാർക്ക് ലൈൻ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ലൈൻ വേർഡ് ഫോർമുലയിലേക്ക് മാർക്ക് കയറുന്നതോടുകൂടി മാർക്കിന്റെ വേഗത ശരിക്കും ഒന്ന് വർദ്ധിച്ചു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്ക് ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ മാർക്കിന്റെ സമീപത്തുള്ള ആളുകളൊക്കെ ആകാശത്തൂടെ കടന്നു പോകുന്ന സ്പേസ് ഷിപ്പുകൾ കണ്ടു. ഇഷ്ടംപോലെ സ്പേസ് ഷിപ്പുകൾ ഒരു ദിശ ലക്ഷ്യമാക്കി പായുകയാണ്. ആ സ്പേസ് ഷിപ്പുകൾ കണ്ടതും മാർക്കിന് ഒരു കാര്യം വ്യക്തമായി. താൻ പോകുന്ന അതേ ദിശയിലേക്ക് തന്നെയാണ് ആ സ്പേസ് ഷിപ്പുകൾ പോകുന്നത്. ആ സ്പേസ് ഷിപ്പുകളിലുള്ള ആളുകൾക്ക് പാത്ത് ഓഫ് ഹെവൻ എവിടെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അവർ അവിടേക്കാണ് പോകുന്നത്. അത് ഉറപ്പായതും മാർക്ക് ഫെല്ലർ മുന്നേ പോകുന്ന കൂറ്റൻ സ്പേസ് ഷിപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിവേഗം ആ ലൈൻ വേർഡ് ഫോർമുലയിൽ മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. മാർക്കിന്റെ വേഗത വൻതോതിൽ കൂടുകയാണ്. സ്പേസ് ഷിപ്പിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള മാർക്കിന്റെ ആ പാച്ചിൽ സ്വാഭാവികമായിട്ടും താഴെ തറയിലൂടെ പോകുന്ന ആളുകൾക്കും ആകാശത്തുള്ള പോകുന്ന ആളുകൾക്കും വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. 9 ഗ്രേറ്റ് കുടുംബങ്ങളിൽ ഒന്നാണ് നീ കുടുംബം. ആ നീ കുടുംബത്തിന്റെ കൂറ്റൻ സ്പേസ് ഷിപ്പാണ് ആകാശത്തൂടെ അങ്ങനെ പാഞ്ഞു പോകുന്നത്. ആ സ്പേസ് ഷിപ്പ് കണ്ട് ആളുകൾ അതിലേക്ക് കൗതുകപൂർവ്വം നോക്കുമ്പോഴാണ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഒരു മനുഷ്യൻ അതിവേഗം ആകാശത്തൂടി ആ ഷിപ്പിനെ ഫോളോ ചെയ്യുന്നത് അവർ കാണുന്നത്. ആ ആളെ പലരും തിരിച്ചറിഞ്ഞു, അത് മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർ ഇതാ നീ കുടുംബത്തിന്റെ സ്പേസ് ഷിപ്പിനെ ഫോളോ ചെയ്യുകയാണ്. സകലർക്കും ആ കാഴ്ച വല്ലാത്ത ആവേശം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് മാർക്കും ആ സ്പേസ് ഷിപ്പും ആളുകളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു എന്ന് പറയാം. മാർക്ക് ആ ഷിപ്പിനെ
അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ സ്പേസ് ഷിപ്പിനകത്ത് ഈ വിഷയം ചർച്ചയായി. ആരോ അവരെ ഫോളോ ചെയ്യുന്നതായി അവർ കണ്ടു. അവരുടെ റൂട്ടിനെ ഫോളോ ചെയ്യുന്ന ആളെ സ്വാഭാവികമായിട്ടും കൗതുകത്തോടെയാണ് അവരാദ്യം ഒന്ന് നോക്കിയത്. അതിനകത്തുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഗാർഡുകളായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അതാരൊന്ന് നോക്കി, നിങ്ങൾ ഒന്ന് പോയി അതാരൊന്നും നോക്ക്. സ്പേസ് ഷിപ്പിന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വേഗതയുണ്ട്. ആ വേഗതയോടൊപ്പം ഒരു മനുഷ്യൻ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാരെന്നറിയുക എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കൗതുകമാണ്. അതുകൊണ്ടാണ് ഗാർഡുകളെ അതാരാണെന്ന് നോക്കാനായി ആ എൽഡേഴ്സ് പറഞ്ഞു വിട്ടത്. അവരെ കൗതുകത്തോടെ ദൂരെ കാണുന്ന ആ പൊട്ടുപോലുള്ള രൂപത്തെ നോക്കുമ്പോൾ ഗാർഡുകൾ സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്തു. അവർക്കൊരു പ്രത്യേക വാഹനമുണ്ടെന്ന് പറയാം. ആ വാഹനത്തിൽ അവർ അതിവേഗം മാർക്ക് ഫെല്ലർ വരുന്ന വഴിയിലേക്ക് നീങ്ങി. ഏകദേശം ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ മടങ്ങിയെത്തി എൽഡേഴ്സിനോട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എൽഡർ, അത് ആ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറോ? അതേ എൽഡർ, ആ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറാണ് ആ വാഹനത്തെ ഫോളോ ചെയ്തെന്ന് കേട്ടതും ആ സീനിയേഴ്സ് ഉടനെ അകത്തേക്ക് പോയി അവിടെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന അവരുടെ സീനിയറായ ഫസ്റ്റ് എൽഡർക്ക് റിപ്പോർട്ട് ചെയ്തു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും അയാൾ അവരോട് പറഞ്ഞു, മാർക്ക് ഒരു പ്രതിഭയാണ്. അവൻ വളർന്നു വന്നാൽ നാളെ എന്തായി തീരുമെന്ന് പറയാൻ കഴിയില്ല. അത്രയും ശക്തനാണ് അവൻ, അത്രയും പ്രതിഭ അവനുണ്ട്. പക്ഷേ നമ്മൾ ഉൾപ്പെടെ എല്ലാ കുടുംബങ്ങളും അവനെ എതിരിടുന്ന ഈ സമയത്ത് അവൻ നമുക്കൊരു മുതൽക്കൂട്ടാവും. അവനെ നമ്മൾ പിടികൂടി ഷീ കുടുംബത്തിനെ ഏൽപ്പിച്ചാൽ അത് നമുക്ക് ശരിക്കും ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും. മുന്നോട്ട് കുതിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിന് ഷീ കുടുംബം അതുവഴി സഹായകരമാകുമെന്ന് ഒരു അഭിപ്രായം ഫസ്റ്റ് എൽഡറും മറ്റുള്ള ആളുകളും പങ്കുവയ്ക്കുകയാണ്. ഫസ്റ്റ് എൽഡർ യഥാർത്ഥത്തിൽ ആ അഭിപ്രായം സ്വന്തമായി പറഞ്ഞല്ല. ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ അയാളൊന്ന് തല ഉരിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് വേറൊരാൾ പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, നമുക്ക് ആ മാർക്കിനെ അങ്ങ് കൊന്നാലോ? ശരിക്കും ഷീ കുടുംബത്തെയും യാവ കുടുംബത്തിൻ്റെയും പ്രഖ്യാപിത ശത്രുവല്ലേ മാർക്ക് ഫെല്ലർ. അവനെ നമ്മളാണ് കൊന്നതെന്ന് അറിഞ്ഞാൽ യാവോ കുടുംബവും ഷീ കുടുംബവും നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകും. ശരിക്കും അവരുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് കുതിക്കാൻ പറ്റും. അത് ശരിയാകില്ല. നമ്മൾ മാർക്കിനെ തൊട്ടാൽ ഡീൻലി ഇടപെടും. ഡീൻലി ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. തണ്ടർ കോട്ടയോടുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഡീൻലി സംരക്ഷിക്കുമെന്നാണ് ഡീൻലിയുടെ പ്രഖ്യാപനം. നമുക്ക് തണ്ടർ കോട്ടയാടിനെയും ഡീൻലിയും എതിർക്കാനൊന്നും പറ്റില്ല. അത് ശരിയാകില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, മാർക്കിനെ പിടികൂടി ആ ഷീ കുടുംബത്തെ ഏൽപ്പിക്കാം. മാർക്കിനെ കൊല്ലുന്നതിനെ കുറിച്ച് ഒരു എൽഡർ പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് എൽഡർ അങ്ങനെ അങ്ങ് തിരുത്തിയത്. എന്തായാലും അത് അങ്ങനെ അങ്ങ് ധാരണയായി. 3 എൽഡേഴ്സ് ഉടൻ ആ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്തു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും മാർക്ക് ഫെല്ലർക്ക് സംഭവം മനസ്സിലായി. അയാളുടെ നേരെ അതിശക്തമായ ഇന്റേണൽ എനർജിയുടെ ഒരു വരവ് അയാൾ അറിഞ്ഞു. മാർക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ആ 3 എൽഡേഴ്സും മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിനെ കണ്ടതും അതിൽ സീനിയറായ ആള് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ഞങ്ങളുടെ ഷിപ്പിനെ ഫോളോ ചെയ്യാൻ വേണ്ടി വളർന്നുവല്ലേ? നോക്കൂ എൽഡർ, ഞാൻ നിങ്ങളുടെ ഷിപ്പിനെ ഫോളോ ചെയ്യുന്നതല്ല, നിങ്ങളുടെ ഷിപ്പ് എനിക്ക് മുന്നിൽ യാത്ര ചെയ്യുന്നതാണ്. മാർക്ക്, നിന്റെ ഈ അഹങ്കാരം അത് നിന്നെ വിട്ട് പോവില്ല അല്ലേ? എൽഡർ, അങ്ങെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പാത്ത് ഓഫ് ഹെവൻ ലക്ഷ്യമിട്ട് നീങ്ങിയാണ്. പാത്ത് ഓഫ് ഹെവനോ? അവിടേക്ക് പോവാൻ നിനക്കാരാ അധികാരം നൽകിയത്? എൽഡർ, അങ്ങെന്താ ഈ പറയുന്നത്? ഈ പ്രപഞ്ചത്തെ എല്ലാവർക്കും ഒരുപോലെ അർഹതയുള്ള എല്ലാവരുടെയും സ്വപ്നമായ പാത്ത് ഓഫ് ഹെവനിലേക്ക് ഞാൻ എന്തിന് പോകാതിരിക്കണം? ഹെവനിലേക്കുള്ള ആ പാത തെളിയുന്ന ദിവസം അത് എവിടെയാണോ തെളിയുന്നത് അവിടേക്ക് പോവാൻ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട്. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും നീ കുടുംബത്തിന്റെ ആ എൽഡേഴ്സ് 3 പേരും മാർക്കിന്റെ മുന്നിലേക്ക് കയറി ഒരു മറ പോലെ നിന്നു. നിന്നെ ഞങ്ങൾ അതിന് സമ്മതിക്കില്ലെങ്കിലും. അങ്ങനെ ആ 3 പറഞ്ഞതും മാർക്ക് അവരെ വെട്ടിച്ച്, അങ്ങനെ 3 പറഞ്ഞതും മാർക്ക് പെട്ടെന്ന് താഴോട്ടൊന്ന് കുതിച്ച് അവരുടെ അടിയിൽ കൂടി അവരെ ക്രോസ് ചെയ്ത് വീണ്ടും ഷിപ്പിന്റെ അടുത്തേക്ക് പാഞ്ഞു. മാർക്ക് ലൈൻ വേർഡ് ഫോർമുലയിലാണ്. ലൈൻ വേർഡ് ഫോർമുലയിൽ കുതിച്ചു പായുന്ന മാർക്ക് ഫെല്ലറെ അമ്പരപ്പോടെയാണ് ആ 3 കണ്ടത്. അവർ പരസ്പരം ഒന്ന് മുഖത്തോട് നോക്കി. അടുത്ത നിമിഷത്തിൽ ആ 3 പേരും ഒന്നിച്ച് ഒരു സ്പെല്ല് പറഞ്ഞു തുടങ്ങി. ശരിക്കും ഒരു കുഞ്ഞു മന്ത്രം. ആ മന്ത്രം പറഞ്ഞു കഴിഞ്ഞതും അവരുടെ കൈകളിൽ നിന്ന് പ്രകാശം മുന്നോട്ടേക്ക് ഒന്ന് പാഞ്ഞു. ആ നിമിഷത്തെ തന്നെ അവർ മാർക്കിനെ ഫോളോ ചെയ്ത് തുടങ്ങിയാണ്. അവരുടെ കയ്യിൽ നിന്ന് പാഞ്ഞ പ്രകാശം ഏതാനും സെക്കൻഡുകൾ കൊണ്ട്
ഒരു ചങ്ങല പോലെ രൂപം മാറി. ആ 3 എൽഡേഴ്സിന്റെയും കയ്യിലെ പ്രകാശം കൂടിച്ചേർന്ന് ഇപ്പോൾ ശക്തമായ ഒരു ചങ്ങല രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രകാശം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ചങ്ങല. മാർക്ക് ഈ സംഭവവികാസങ്ങൾ അറിയുന്നേയില്ല. മാർക്ക് അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. മാർക്കിന് എത്രയെങ്കിലും മുന്നിലാണ് ഇപ്പോൾ ആ ഷിപ്പ്. മാർക്ക് ഷിപ്പ് തമ്മിലുള്ള അകലം കൂടിയിട്ടുണ്ട്. മാർക്കിനെ ആ എൽഡേഴ്സ് തടഞ്ഞു നിർത്തിയപ്പോൾ സ്വാഭാവികമായും ആ ഗ്യാപ്പ് ഉണ്ടായതാണ്. മാർക്ക് അങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോഴാണ് മാർക്കിനടുത്തേക്ക് പാഞ്ഞു വന്ന ആ ചെയിൻ മാർക്കിനെ അങ്ങനെ വരിഞ്ഞു മുറുക്കുന്നത്. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ചെയിൻ വരിഞ്ഞു മുറുക്കിയതും നീ കുടുംബത്തിന്റെ എൽഡേഴ്സ് മാർക്കിനടുത്തെത്തി. അവർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് സോൾ ബൈൻഡിങ് ചെയിൻ. ഒരാളുടെ ആത്മാവിനെ പോലും ബന്ധിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള സ്പിരിച്വൽ എനർജി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെയിൻ. ആ ചങ്ങല തന്നെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ശരിക്കും ആ ആകാശത്ത് അങ്ങനെ സ്റ്റോപ്പായി. ആകാശത്ത് സ്റ്റോപ്പായ മാർക്ക് ഒന്ന് കണ്ണടച്ചു. അടുത്ത നിമിഷത്തിൽ മാർക്ക് എന്തോ ചൊല്ലുന്നത് ആ മൂവരും കേട്ടു. അവർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഒരു സ്പെല്ലും ഈ സോൾ ബൈൻഡിങ് ചെയിനെ ബ്രേക്ക് ചെയ്യത്തില്ല. അവരങ്ങനെ പറയുമ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ സുവർണ പ്രകാശത്തിന്റെ അളവ് കൂടിക്കൂടി വരികയാണ്. പെട്ടെന്ന് ആ സുവർണ പ്രകാശം മാർക്കിനെയും ആ ചെയിനിനെയും പൂർണ്ണമായും അങ്ങനെ കവർ ചെയ്തു. ആ പ്രകാശം കണ്ണഞ്ചിക്കുന്ന ശൈലിയിൽ ഒരു സ്ഫോടനം പോലെ ആ 3 ആളുകളുടെ കണ്ണ് മറക്കത്തക്ക രീതിയിൽ ഒന്ന് ജ്വലിച്ചതും അവർ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച. മാർക്കിനെ വരിഞ്ഞു മുറുക്കിയിരുന്ന ആ സോൾ ബൈൻഡിങ് ചെയിൻ മാർക്ക് ഇത് തകർത്തിരിക്കുന്നു. വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ള ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ അവർ കണ്ടത്. ആ 3 പേരും അമ്പരപ്പോടെ പാഞ്ഞു പോകുന്ന മാർക്ക് ഫെല്ലർ നോക്കുമ്പോൾ അതിലൊരാൾ ഉറക്കെ പറഞ്ഞു, അവൻ ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറിൽ നിന്ന് ശരിക്കും പാഠങ്ങൾ പഠിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ സ്പെല്ലുകളുടെ ഒരു വൻ ശേഖരമാണ് ആ ട്രിബുലേഷൻ സ്റ്റേജിൽ വെച്ച് മരണത്തെ വരിച്ച ഊജിയുടെ ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ. ട്രിബുലേഷൻ സ്റ്റേജിൽ നിന്ന് അടുത്തതായി അദ്ദേഹം കടക്കേണ്ടിയിരുന്നത് ഇമോർട്ടൽ ചക്രവർത്തി സ്റ്റേജിലേക്കാണ്. ആ സ്റ്റേജിലേക്ക് അയാൾ എത്തിയില്ലെങ്കിലും അതുവരെ അയാൾ ഗ്രഹിച്ച എല്ലാ കാര്യങ്ങളെയും അയാൾ പുസ്തക രൂപത്തിലേക്ക് മാറ്റിയിരുന്നു. ആ കാര്യങ്ങൾ ഇതാ മാർക്ക് കുറെ പഠിച്ചിരിക്കുകയാണ്. മാർക്ക് യഥാർത്ഥത്തിൽ മാർക്കിന്റെ ആ ഡിവൈൻ സെൻസിനെ തണ്ടർ കോർട്ട്യാർഡിലെ ആ അലമാരയ്ക്കകത്ത് വിട്ടിരിക്കുകയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയ ഭാഗം അത് ആ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ അത് പഠിക്കുമ്പോൾ ഇവിടെ മാർക്കിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഒരു മൾട്ടി ടാസ്ക് തന്നെയാണ് നടക്കുന്നത്. മാർക്ക് അതിവേഗം മുന്നോട്ട് പോകുന്ന കണ്ടതും ആ 3 പേരും വീണ്ടും അവരുടെ ആ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലി. ഈ പ്രാവശ്യം അങ്ങനെ ചൊല്ലിയതിനു ശേഷം അവർ 3 പേരും അവരുടെ ചുണ്ട് ഒന്ന് കടിച്ചു പൊട്ടിച്ച് രക്തം പുറത്തെടുത്ത് മുമ്പിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യുകയും ചെയ്തു. ശരിക്കും ആ മന്ത്രത്തിലേക്ക് ആ രക്തം കൂടി കലർന്നതോടുകൂടി അതിന്റെ ശക്തി ഒന്നുകൂടെ വർദ്ധിച്ചു എന്ന് നേരത്തെ നമ്മൾ കണ്ട ചെയിനിനെയും ഇപ്പോഴത്തെ ചെയിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ ചെയിനിന് ഒരു ചുവപ്പ് തിളക്കമുണ്ട്. ഒരു വല്ലാത്ത പ്രഭ ആ ചെയിനിൽ ഉണ്ടാകുന്നുണ്ട്. ആ ചെയിനിന്റെ വേഗതയും കൂടിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അതിവേഗം പായുമ്പോൾ ആ ചെയിനിനെ പിടിച്ചിരിക്കുന്ന 3 എൽഡേഴ്സും മാർക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടം ഒരു നിശ്ചിത സമയം എത്തിയപ്പോൾ മാർക്കിന് തൊട്ടടുത്തേക്ക് ആ 3 പേരും എത്തി. അവരുടെ അതിശക്തമായ ആക്ഷൻ സംഭവിച്ച ആ നിമിഷത്തിൽ ആ ചെയിൻ മാർക്കിനെ വീണ്ടും ഒന്ന് വളഞ്ഞു. മാർക്കിനെ ചെയിനങ്ങ് കെട്ടി. മാർക്കിനെ അനങ്ങാൻ കഴിയാത്ത ശൈലിയിൽ ആ ചെയിൻ മാർക്കിനെ വലിഞ്ഞു മുറുക്കിയതും ആ 3 സംഘം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി നീ ഈ ചെയിൻ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണണം. എന്തായാലും നിന്നെ ഞങ്ങൾ കൊല്ലുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിനെ എടുത്തുകൊണ്ട് അവർ അതിവേഗം ആ ഷിപ്പിലേക്ക് പോയി. അതിവേഗമാണ് ആ ഷിപ്പിന് നേരെ ചലിച്ചത്. അവര് ഷിപ്പിലെത്തിയതും മാർക്ക് ഫെല്ലറെ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. മാർക്ക് ചെന്ന് വീണത് ഫസ്റ്റ് എൽഡറുടെ മുന്നിലാണ്. മാർക്കിനെ കണ്ടതും ഫസ്റ്റ് എൽഡർ ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തായാലും നിന്നെ ഈ ശൈലിയിലെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഒരു നല്ല കാര്യമായി ഞാൻ കരുതുകയാണ്. നീ ഒരു അസാമാന്യ ജീനിയസ് തന്നെയാണ്. പക്ഷെ മാർക്ക്, നീ നിന്റെ കെയർലെസ്നെസ് കൊണ്ട് നഷ്ടപ്പെടുത്തിയത് നിന്റെ ഈ ജീവിതമാണ്. മാർക്ക് ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും എതിരായി മാറിയില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു യോദ്ധാവായി മാർക്ക് ഫെല്ലർ മാറുമായിരുന്നു. ആ ഒരു ശൈലിയിലാണ് ആ നീ കുടുംബത്തിലെ ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞത്. മാർക്ക് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, ഓരോ യോദ്ധാവിനും
ഓരോ ലക്ഷ്യങ്ങളല്ലേ. എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ ഒരാളെയും എതിർക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ആ തടസ്സം മാറ്റാൻ ഞാൻ ശ്രമിക്കണ്ടേ? അങ്ങനെ മാറ്റിയപ്പോൾ ചിലരൊക്കെ എൻ്റെ എതിരാളികളായി. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരാളെയും പ്രകോപിപ്പിച്ചിട്ടില്ല. മാർക്കിൻ്റെ സ്റ്റാൻഡിൽ ഒരു സത്യസന്ധത ഉണ്ടെന്ന് അത് കേൾക്കുന്ന ഫസ്റ്റ് എൽഡർക്ക് അറിയാം. പക്ഷെ ബാക്കി 3 എൽഡേഴ്സും ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വാചകമടിയിൽ വിദഗ്ധനാണെന്ന് ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ വാചകമടി ഇവിടെ വേണ്ട. ഇന്ന് നിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നീ ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, ആ പാത്ത് ഓഫ് ഹെവനിലേക്ക്. അവിടെ സകലമാന ആളുകളും കാണുകയും ഞങ്ങൾ നിന്നെ ഷീ കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യും. മാർക്ക്, അവിടെ അവസാനിക്കും മാർക്ക് നിന്റെ ജീവിതം, നിന്റെ ലൈഫ് ആ ഷീ കുടുംബം എടുക്കും. ഞങ്ങൾക്ക് നിന്റെ ലൈഫ് എടുക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല. അങ്ങനെ ആ എൽഡേഴ്സ് പറഞ്ഞപ്പോൾ മാർക്ക് ആ വാർഷിപ്പ് ശരിക്കും നിരീക്ഷിക്കുകയാണ്. അതൊരു യുദ്ധക്കപ്പലാണ്. യുദ്ധത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു അടിപൊളി കപ്പൽ. ആ കപ്പല് മുന്നോട്ട് നീങ്ങുന്നത് ഒരു സ്റ്റോൺ നൽകുന്ന ഊർജം കൊണ്ടാണ്. ആ കപ്പലിൻ്റെ ഒത്ത നടുക്കായി ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിനകത്ത് ഒരു സ്റ്റോൺ സൂക്ഷിച്ചിരിക്കുന്നത് കൃത്യമായി കാണാം. ആ ഫ്രെയിമിൽ നിന്ന് 4 വശങ്ങളിലേക്കായി 4 ചെയിനുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ചെയിനുകൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് വലിയ ഫ്രെയിമുകളുണ്ട്. ആ ഫ്രെയിമുകളിലേക്ക് മാർക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്കിന് ആ കാര്യം മനസ്സിലായി. ആ 4 ഫ്രെയിമും 4 ഫോർമേഷനാണ്. ശരിക്കും ആ ഷിപ്പിനെ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കാനായി അതിശക്തമായ ഫോർമേഷൻ 4 സ്ഥലത്തായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ഫോർമേഷൻ ആവശ്യമായ ഊർജവും ആ നടുക്കിരിക്കുന്ന കല്ലിൽ നിന്നാണ് വരുന്നത്. അതേ കല്ലിൽ നിന്നുള്ള ഊർജം തന്നെയാണ് ആ ഷിപ്പിൻ്റെ യന്ത്ര സംവിധാനങ്ങളെ ചലിപ്പിക്കുന്നത്. ശരിക്കും ആ ഷിപ്പിനകത്ത് യന്ത്രങ്ങൾ ചലിക്കുന്നതിൻ്റെ ഒരു ശബ്ദവുമില്ല. സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു അടിപൊളി സംഭവം, വളരെ വിശാലവുമാണ്. വേണമെങ്കിൽ 100 കണക്കിന് ആളുകളെ അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. ആയുധങ്ങളുടെ വൻ ശേഖരവും അവിടെയുണ്ട്. മാർക്ക് ആ കാഴ്ചകളിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് എൽഡർ ആ 3 ആളുകളോടായി പറഞ്ഞു, അവനെ തടവിലിട്ടേക്ക്. കേൾക്കേണ്ട താമസം മാർക്കിനെ വലിച്ചു പിടിച്ച് അതിലൊരാൾ ഒരു മുറിയിലേക്ക് കൊണ്ടുവന്നു. ആ മുറിയുടെ വാതിൽ തുറന്ന് അയാൾ മാർക്കിനെ അകത്തേക്ക് തള്ളി. മാർക്ക്, നീ ഇവിടെ കിടക്ക്, സ്ഥലം എത്തുമ്പോൾ ഞങ്ങൾ നിന്നെ വിളിക്കാം. ആ മുറിയുടെ വാതിലിൽ ഒരു കിളിവാതിലുണ്ട്. ആ കിളിവാതിൽ പുറത്തുനിന്ന് തുറക്കാൻ പറ്റും. അയാൾ ആ കിളിവാതിൽ കുറച്ച് തുറന്നു വെച്ചു. അതിനുശേഷം പുറത്തുനിന്ന് അകത്ത് നിൽക്കുന്ന മാർക്കിനെ നോക്കി. മാർക്ക് ആ മുറിയിൽ ചുറ്റും നോക്കിയാണ്. മാർക്കിന്റെ ദേഹം മുഴുവൻ ചങ്ങലകളാൽ ബന്ധിതമാണ്. ആ ചങ്ങലകൾ പക്ഷേ സ്പിരിച്വൽ എനർജി കൊണ്ടുള്ള ചങ്ങലയാണ്. സോൾ ബൈൻഡിങ് ചങ്ങലയാണ് കിടക്കുന്നത്. മാർക്കിന്റെ ബോഡിയെ മാത്രമല്ല ആത്മാവിനെ ബന്ധിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ചങ്ങലയാണ്. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ ഒരു നല്ല മുറിയിലാണ് മാർക്ക് നിൽക്കുന്നത്. വളരെ ബലമുള്ള ചുവരുകൾ കൊണ്ടാണ് ആ മുറി നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും അതൊരു പ്രിസണാണ്. യുദ്ധസമയത്താണല്ലോ ആ യുദ്ധക്കപ്പൽ ഉപയോഗിക്കുന്നത്. യുദ്ധക്കപ്പലിൽ പലപ്പോഴും തടവുകാരെ കൊണ്ട് പോകേണ്ടി വരും. ആ തടവുകാർക്ക് വേണ്ടിയുള്ള മുറികൾ അവിടെ ഒരുപാടുണ്ട്. അതിലൊരു മുറിയിലാണ് ഇപ്പോൾ മാർക്കിനെ പൂട്ടിയിട്ടത്. മാർക്ക് ചുറ്റും നോക്കിയിട്ട് അവിടെ ചമ്രം പടിഞ്ഞിരുന്നു. മാർക്ക് ചമ്രം പടിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല 2 കൈയും മുന്നിലേക്ക് നീക്കി കണ്ണടച്ച് ധ്യാനത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഈ അവസരത്തിലും കൾട്ടിവേറ്റ് ചെയ്യാനായി മാർക്ക് ശ്രമിക്കുന്ന ആ കാഴ്ച സ്വാഭാവികമായിട്ടും മാർക്കിലൂടെ എതിർപ്പുള്ള ആ എൽഡർക്ക് പോലും ഒരു അതിശയം ഉണ്ടാക്കുകയാണ്. അയാൾ കൗതുകത്തോടെ ആ കിളിവാതിലിലൂടെ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് പതുക്കെ പതുക്കെ കൾട്ടിവേഷൻ ആരംഭിച്ചു. എന്തായാലും 4-5 ദിവസം ആ ഷിപ്പിൽ യാത്ര ചെയ്താലേ പാത്ത് ഓഫ് ഹെവനിൽ എത്തുമെന്ന് ആ എൽഡേഴ്സ് പരസ്പരം പറയുമ്പോൾ മാർക്ക് മനസ്സിലാക്കിയിരുന്നു. അത്രയും സമയം മാർക്കിന് വെറുതെ കളയാനില്ല. ചുറ്റും ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജിയുള്ള മേഖലയിലൂടെയാണ് ആ ഷിപ്പ് കടന്നു പോകുന്നത്. മാർക്കിന് ആ സ്പിരിച്വൽ എനർജി അബ്സോർവ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും മാർക്ക് വെറുതെ കളയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ അബ്സോർപ്ഷൻ ടെക്നിക്കും സർക്കുലേഷൻ ടെക്നിക്കുമായി സമയം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ എൽഡർ ആ കിളിവാതിലൂടെ വന്ന് മാർക്കിനെ നോക്കും. ആ കിളിവാതിലൂടെ നോക്കുന്ന ആള് ആ കാര്യം ഇടയ്ക്ക് ഫസ്റ്റ് എൽഡർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് കേട്ടപ്പോൾ ഫസ്റ്റ് എൽഡർ അയാളോട് പറഞ്ഞു, അവനൊരു പ്രത്യേക ക്യാരക്ടറാണ്. നീ നമ്മുടെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാർക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആരും ഒന്നുമായിരുന്നില്ല എന്നതാണ് സത്യം.
മാർക്കിന് ഒരു 40 വയസ്സ് പ്രായം വരും. അവർക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. അവരൊക്കെ ഹോളി റീജിയനിലാണ്. അവരുടെയൊക്കെ പ്രായം എത്രയെങ്കിലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഹോളി റീജിയനിൽ ഒരുമാതിരിപ്പെട്ട ട്രൂ സെയിന്റുകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്നവരാണ്. റിവേഴ്ഷൻ ഓയിറ്റ്സ്റ്റേജുകാരൻ പോലും 500-ലധികം വർഷം ജീവിച്ചിരിക്കും. വർഷം ഹോളി റീജിയനിൽ അതുകൊണ്ട് തന്നെ ഒരു സംഭവമേ അല്ല. 50-100 വർഷങ്ങളൊക്കെയാണ് ആളുകൾ സെക്രൂഷനിൽ ഇരിക്കുക. അപ്പോഴാണ് അവര് അടുത്ത ലെവലിലേക്ക് കടക്കുന്നത്. മാർക്ക് വളരെ ചെറിയ പ്രായത്തിലെ സെമി സെയിന്റ് ആയിരിക്കുകയാണ്. അവർക്കാർക്കും സങ്കല്പിക്കാനാവാത്ത ഒരു വളർച്ച മാർക്ക് ഫെല്ലർക്കുണ്ട്. അതിനെക്കുറിച്ച് ഫസ്റ്റ് എൽഡറും ആ 3 എൽഡേഴ്സും വിശദമായി തന്നെ ചർച്ച ചെയ്തു. അവർക്ക് മാർക്കിനെ അവരുടെ കൂട്ടത്തിൽ പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ മാർക്കിപ്പോ ആ 9 ഗ്രേറ്റ് കുടുംബങ്ങളുടെയും പ്രഖ്യാപിത ശത്രുവാണ്. ആ ശത്രുവിനെ കൂടെ കൂട്ടിയാൽ ഷീ കുടുംബം അത് അനുവദിക്കത്തില്ല. അവര് നീ കുടുംബത്തിന്റെ എതിരാവും. ഫസ്റ്റ് എൽഡറും ബാക്കി 3 എൽഡേഴ്സും മാർക്കിനെ കുറിച്ചുള്ള ആ ചർച്ച അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ധ്യാനത്തിൽ അങ്ങനെ തുടരുകയാണ്. മാർക്കിന് ആ സ്പേസ് ഷിപ്പിൽ കണ്ണടച്ചിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സ്പിരിച്വൽ എനർജിയുടെ അളവ് കൃത്യമായി മനസ്സിലാകും. ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി മാർക്കിന് അനുഭവപ്പെടുന്ന ആ ഊർജത്തിന്റെ ശക്തി കൂടുന്നത് മാർക്ക് വ്യക്തമായും മനസ്സിലാക്കി. മാർക്ക് ഇതാ ആ പാത്ത് ഓഫ് ഹെവന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കേന്ദ്ര ബിന്ദുവിലേക്കുള്ള യാത്ര അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായെന്ന് ഏകദേശം ഉറപ്പായതും മാർക്ക് ഒരു സ്പെല്ല് പതുക്കെ ചൊല്ലി. ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റുമായി ഒരു സുവർണ പ്രകാശം ഉണ്ടായി വരികയാണ്. നേരത്തെ മാർക്കിന്റെ പുറത്തുണ്ടായിരുന്ന അതേ സുവർണ പ്രകാശം തന്നെ, പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരു ലൈനായി മാർക്കിന് ചുറ്റും ഉണ്ടായി. ഈ കാഴ്ച ആ കിളിവാതിലിലൂടെ നോക്കി നിൽക്കുന്ന ആ എൽഡർ കണ്ടു. മാർക്കിന് ചുറ്റും സുവർണ നിറത്തുള്ള ഒരു വട്ടം, രണ്ടാമതൊരു വട്ടം, മൂന്നാമതൊരു വട്ടം, നാലാമതൊരു വട്ടം, അങ്ങനെ ഉണ്ടാവുകയാണ്. ശരിക്കും വൃത്തങ്ങൾ മാർക്കിന് ചുറ്റും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വൃത്തങ്ങൾ വഴി മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു കവർ ഉണ്ടായി. ഈ കാഴ്ച വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ആ എൽഡർ കണ്ടത്. അയാള് ഉടൻ അത് ഫസ്റ്റ് എൽഡർക്ക് റിപ്പോർട്ട് ചെയ്തു. മാർക്കിന് ചുറ്റുമായി സുവർണ നിറത്തുള്ള വലയങ്ങൾ ഉണ്ടായ കഥ കേട്ടപ്പോൾ ഫസ്റ്റ് എൽഡറും ബാക്കി എൽഡേഴ്സും ഒക്കെ ആ കിളിവാതിലിന് അടുത്ത് വന്ന് മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവർക്കും അതൊരു അതിശയം ഉളവാക്കുന്ന കാര്യമാണ്. മാർക്ക് ഫെല്ലറുടെ പ്രത്യേകതകൾ അവരെ ശരിക്കും അമ്പരപ്പിക്കുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ നോക്കുന്നതിന് ശേഷം അവരെല്ലാവരും കൂടി വീണ്ടും ഫസ്റ്റ് എൽഡർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. അവർ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ്. ഈ മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു ജീനിയസ് തന്നെയാണ്. അവരങ്ങനെ മാർക്കിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഒരു സ്പെല്ല് കൂടി ആക്ടിവേറ്റ് ചെയ്തു. ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തതും മാർക്കിന് ചുറ്റുമുള്ള ആ സോൾ ബൈൻഡിങ് ചെയിൻ പതുക്കെ പതുക്കെ പൊടിഞ്ഞു തുടങ്ങി. ശരിക്കും കരിയില കരിഞ്ഞ് ഉണങ്ങുമ്പോൾ നമ്മളൊന്ന് ചവിട്ടിയാൽ പൊടിഞ്ഞു പോകുന്നത് പോലെ മാർക്കിന് ചുറ്റുമുണ്ടായിരുന്ന ആ ചങ്ങല പതുക്കെ പതുക്കെ അങ്ങ് പൊടിഞ്ഞു. മാർക്കിന് ചുറ്റും അങ്ങനെ ഒരു ചങ്ങല ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത ശൈലിയിൽ ആ ചങ്ങല അങ്ങ് പൊടിഞ്ഞു തീർന്നതും മാർക്ക് എഴുന്നേറ്റു. ഇപ്പോ മാർക്കിന്റെ ചുറ്റും അതിശക്തമായ ആ സുവർണ വലയങ്ങളുണ്ട്. ആ സുവർണ വലയങ്ങൾ പെട്ടെന്ന് ഒന്നാകെ പ്രകാശിച്ചു തുടങ്ങി. അവയ്ക്കൊരു പുതു ഊർജം വന്നതുപോലെ അവ അങ്ങനെ പ്രകാശിച്ചതും മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ഒരൊറ്റ ഇടി. ആ കിളിവാതിൽ ഉണ്ടായിരുന്ന ഡോറ് ആ നിമിഷം തകർന്ന് തരിപ്പണമായി. അതേ നിമിഷത്തിൽ മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ ആ വാർഷിപ്പിന്റെ മുകളിലേക്ക് കുതിച്ചിട്ട് ഒരൊറ്റ ഇടി. ആ ഇടിയിൽ ആ വാർഷിപ്പിന്റെ മുകൾ ഭാഗം പൊട്ടി തുറന്നതും അതിലൂടെ ഒരു റോക്കറ്റ് ആകാശത്തെ കുതിക്കും പോലെ മാർക്ക് ഫെല്ലർ മുകളിലേക്ക് കുതിച്ചു. ഈ സംഭവ വികാസങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് സംഭവിച്ചത്. അകത്ത് ഫസ്റ്റ് എൽഡർക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ശബ്ദം കേട്ട് ഓടി വരുമ്പോൾ അവർ കാണുന്നത് മേൽക്കൂര തകർന്ന ആ വാർഷിപ്പിനെയും മാർക്ക് ഫെല്ലറെ അടച്ചിരുന്ന മുറിയിലെ തകർന്ന വാതിലിനെയുമാണ്. ശരിക്കും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു കാരണവശാലും മാർക്ക് ഫെല്ലർക്ക് ആ സോൾ ബൈൻഡിങ് ചെയിൻ തകർക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും മാർക്ക് തകർത്തിരിക്കുന്നു. അവര് പുറത്തേക്ക് ചാടി മാർക്കിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചതും ഫസ്റ്റ് എൽഡർ അവരെ തടുത്തു. അത് വേണ്ട, ഇനി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അവൻ ഇപ്പോൾ ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഏതാനും സെക്കൻഡിൽ കഴിയുമ്പോൾ നമുക്ക് അവനെ തൊടാൻ കഴിയാത്ത സ്ഥലത്ത് അവനെത്തും. പാത്ത് ഓഫ് ഹെവന്റെ ബൗണ്ടറിയിൽ. അവിടെ ഒരാൾക്കും പരസ്പരം എതിരിടാൻ പറ്റില്ല.
ഫസ്റ്റ് എൽഡർ പറഞ്ഞ കാര്യം ശരിക്കും സത്യസന്ധമായ വസ്തുതയാണ്. പാത്ത് ഓഫ് ഹെവൻ സംഭവിക്കുന്ന സ്ഥലത്ത് ഫൈറ്റ് അനുവദനീയമല്ല. അവരങ്ങനെ പറയുമ്പോഴേക്കും ആ വാഹനത്തിലുള്ള ആളുകൾക്ക് അങ്ങ് ദൂരെയായി ഒരു മലയും പ്രകാശമൊക്കെ കൃത്യമായി കാണാം. ആകാശത്തു നിന്ന് ടൺ കണക്കിന് പ്രകാശരശ്മികൾ ആ മലയുടെ എല്ലാ മേഖലകളിലേക്കും അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. കളർഫുൾ ലൈറ്റുകളാണ്. അവിടെ താഴേക്ക് നോക്കുമ്പോൾ നൂറുകണക്കിന് സ്പേസ് ഷിപ്പുകൾ ആ ഭാഗത്തേക്ക് പാഞ്ഞു വരുന്നതും കാണാം. പലതരത്തിലുള്ള വാഹനങ്ങൾ, ആകാശത്ത് പായുന്ന ആളുകൾ എല്ലാം നമ്മളെ അമ്പരപ്പിക്കും. ആ എൽഡേഴ്സ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ പാത്ത് ഓഫ് ഹെവന്റെ അടുത്തെത്തി. ആ പാത്ത് ഓഫ് ഹെവന്റെ അടുത്തേക്ക് വരുന്ന മാർക്കും ആകെ ഞെട്ടിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ പാത്ത് ഓഫ് ഹെവന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. സ്വർഗത്ത് നിന്ന് പ്രകാശം താഴേക്ക് പതിക്കുന്ന കേന്ദ്ര ബിന്ദുവിന്റെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ വന്നടിഞ്ഞിരിക്കുകയാണ്. എല്ലാ മേഖലയിലുള്ള ആളുകളുമുണ്ട്. മാർക്ക് ഫെല്ലർ അതിവേഗം ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വരുമ്പോൾ ആ ആൾക്കൂട്ടം മുന്നോട്ട് പോകാനാവാതെ നിൽക്കുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. ശരിക്കും അവിടെ ഒരു മതിലുണ്ട്, അദൃശ്യമായ ഒരു എനർജി വാൾ. അകത്ത് നിൽക്കുന്ന ആളുകളെ പുറത്ത് നിൽക്കുന്നവർക്ക് കാണാം, പക്ഷെ അവർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. മാർക്ക് കൈ നിവർത്തി ഒരൊറ്റ ഇടി ഏറ്റതും ആ വാള് ഒന്ന് ബ്രേക്കായി. മാർക്ക് അതുവഴി അകത്തേക്ക് കടന്നു. ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നത്. ആളുകൾ പല മേഖലകളിൽ നിന്നും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ആ മതിലിന്റെ ചുറ്റുമായിട്ടുണ്ട്. അവരൊക്കെ മതിൽ തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു സ്ഥലത്ത് ദൂരം ഉണ്ടാക്കി മാർക്ക് അകത്തേക്ക് കടന്നത്. അകത്തേക്ക് കടക്കുമ്പോൾ മാർക്ക് കാണുന്നത് ഇഷ്ടംപോലെ ആളുകളെയാണ്. ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും അവയോട് കണക്ട് ചെയ്ത കുടുംബങ്ങളും ഒക്കെ അകത്തുണ്ട്. അവയുമായി ബന്ധിപ്പിച്ച ഭടന്മാരെ എല്ലാം അകത്തുണ്ട്. മാർക്ക് അകത്തേക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ സെയിന്റസ്കു മാർക്കിനടുത്തേക്ക് ഓടിയെത്തി. മാർക്ക്, നീ ഇവിടെ എത്തിയോ? സെയിന്റസ്, ഞാൻ പിന്നെ ഇവിടെ വരാതെ? മാർക്ക്, നീ ശരിക്കും അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. സെയിന്റസ്, അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? മാർക്ക്, ഞങ്ങളുടെ കുടുംബം ഉൾപ്പെടെ എല്ലാ കുടുംബവും നിന്നെ കൊല്ലാനായി കാത്തിരിക്കുകയാണ്. അതിനിടയിൽ നീ ഇവിടേക്ക് വന്നാൽ അതെങ്ങനെ ശരിയാകും? സെയിന്റസ്കു ആ ചോദ്യം ചോദിച്ചതും അവരുടെ അടുത്തേക്ക് സാക്ഷാൽ ജിയാക് ഫെലിനി എത്തി. ജിയാക് മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എടുക്ക് ട്രിബുലേഷൻ മിറർ എടുക്കും. ഫെലിനി, ഞാനത് തരാമെന്ന് സമ്മതിച്ചാണല്ലോ. മാർക്ക്, അതൊന്നും പറ്റില്ല, നീ അതെനിക്ക് തരണം. വേറൊന്നും കൊണ്ടല്ല ഞാനത് ചോദിക്കുന്നത്. നീ എന്തായാലും ഇന്ന് കൊല്ലപ്പെടും. നീ മരിച്ചതിന് ശേഷം ഞാൻ ആരോടത് ചോദിക്കും? ഫെലിനിയുടെ ആ ചോദ്യത്തിനകത്ത് യുക്തിയുണ്ട്. മാർക്കിനെ ഇന്ന് എന്തായാലും തല്ലിക്കൊല്ലും. മാർക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്കിനോട് അവനെങ്ങനെ ആ മിറർ ചോദിക്കും? അത് കേട്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് ഫെലിനിയോട് പറഞ്ഞു, ഫെലിനി, ഉറപ്പായും ഞാൻ നിനക്ക് ആ മിറർ നൽകിയിരിക്കും. ഞാൻ മരിക്കുന്നതിന് മുമ്പേ അത് നിന്റെ കൈവശം ഞാൻ തരികയും ചെയ്യും. അങ്ങനെ മാർക്ക് ഉറപ്പിച്ച് പറഞ്ഞതും ഫെലിനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സ്വബോധമുള്ള ആരെങ്കിലും ഇവിടേക്ക് ഇന്ന് വരുമോ? നിനക്കറിയാം ഇവിടേക്ക് വന്നാൽ നിനക്ക് തിരിച്ചു പോകാൻ കഴിയില്ലെന്ന്. പിന്നെ മാർക്ക്, നീ എന്തിനാ വന്നത്? മാർക്ക് ഫെല്ലറോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഫെലിനി അങ്ങനെ ചോദിച്ചത്. സെയിന്റസ്കുവും ആ ചോദ്യം മാർക്കിനോട് ചോദിച്ചതാണ്. മാർക്ക് അവർ രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഓക്കെ മാർക്ക്, ഞങ്ങൾ എന്തായാലും ശല്യം ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവര് അനുയോജ്യമായ ഒരു പ്ലേസിലേക്ക് നീങ്ങി. ശരിക്കും ആ ഏരിയയിൽ സകല ആളുകളും ചമ്രം പണിയിരിക്കുകയാണ്. എല്ലാവരും കണ്ണടച്ച് ധ്യാനിക്കുകയാണ്. ആ മേഖലയിൽ ഇഷ്ടംപോലെ ഊർജം മുകളിൽ നിന്ന് വീഴുകയാണ്. ഇത്രയും കട്ടിയിൽ സ്പിരിച്വൽ എനർജി സാധാരണ ഒരു സ്ഥലത്തും ഉണ്ടാവത്തില്ല. ആകാശത്തുനിന്ന് സ്പിരിച്വൽ എനർജി വലിയ വലിയ ടണൽ പോലെ താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൻ പേമാരി പോലെ ആ സ്പിരിച്വൽ എനർജി താഴേക്ക് വരുമ്പോൾ ആ മുഴുവൻ സ്ഥലവും സ്പിരിച്വൽ എനർജി കൊണ്ട് സമ്പുഷ്ടമായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി കിട്ടും. മതിലിന് പുറത്തും ആ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുണ്ട്. അവിടെ എല്ലാം ആളുകൾ ചമറപടിയിരിക്കുകയാണ്. കുറെ ആളുകൾ മതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുറെ ആളുകൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചമറം പണിഞ്ഞിരുന്ന് ഉള്ള സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. സാധാരണഗതിയിലുള്ള സ്പിരിച്വൽ എനർജിയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ഒരാളുടെ ശക്തി വൻവേഗം വർദ്ധിപ്പിക്കുകയാണ്. ചമറം പണിഞ്ഞിരുന്ന മാർക്ക് ആ അബ്സോർപ്ഷൻ ടെക്നിക്കിലൂടെ ആ എനർജി വലിച്ചെടുക്കുമ്പോൾ മാർക്കിനും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ കൾട്ടിവേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കാൻ ആളുകൾക്ക് പറ്റുന്ന ഒരു അവസരം. ആ സ്പിരിച്വൽ എനർജി അബ്സോർവ് ചെയ്ത് തുടങ്ങിയ മാർക്കിന്റെ മനസ്സ് അങ്ങോട്ട് ഏകാഗ്രമാകുന്നില്ല. വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ട ഒന്നാണ് ഈ കൾട്ടിവേഷൻ. മനസ്സാണ് സർവപ്രധാനം. മനസ്സ് ഏകാഗ്രമാക്കി വെച്ചില്ലെങ്കിൽ കൾട്ടിവേഷൻ നടക്കില്ല.
മാർക്കിന്റെ മനസ്സിലെ ആ അസ്വസ്ഥതയ്ക്ക് കാരണം മാർക്കിനറിയാം. അത് സാക്ഷാൽ എമിലി ബ്ലാക്ക് ആണ്. മാർക്ക് കണ്ണു തുറന്ന് മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു. പക്ഷെ ആ ഡിവൈൻ സെൻസിന് അധികം ദൂരം കവർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഡിവൈൻ സെൻസ് കട്ടായി പോവുകയാണ്. മാർക്കിനേക്കാൾ ശക്തരായ ഒരുപാട് ട്രൂ സെയിന്റുകൾ ആ മേഖലയിലുണ്ട്. സകല കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ച് ഒത്തിരിയേറെ ട്രൂ സെയിന്റുകൾ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ അതിശക്തമായ ഡിവൈൻ സെൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഡിവൈൻ സെൻസ് ഉപയോഗിച്ചുള്ള സ്കാനിങ് നടക്കില്ല എന്ന് മാർക്കിന് മനസ്സിലായി. മാർക്കിന്റെ ഡിവൈൻ ഐ ആക്ടിവേറ്റ് ചെയ്ത് അതുപയോഗിച്ച് ചുറ്റും ഒന്ന് കവർ ചെയ്യാൻ നോക്കി. പക്ഷേ അതുകൊണ്ട് വിജയിക്കുന്നില്ല. സ്വർഗത്തുനിന്ന് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി മഴ പെയ്യും പോലെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി മാർക്കിന്റെ ഡിവൈൻ ഐക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. മാർക്ക് പതുക്കെ അവിടെ നിന്ന് നടന്നു തുടങ്ങി. ഒരു 10,000 ആളുകളെങ്കിലും ആ മതിലിനകത്തുണ്ട്. മതിലിന് പുറത്ത് ഒരു 50,000 ആളുണ്ടെന്ന് പറയാം. അത്രയേറെ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അവിടെ എത്തിയിരിക്കുകയാണ്. സകല ആളുകളും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അകത്തുള്ള 10,000 ആളുകൾക്കിടയിലൂടെ മാർക്ക് ഇങ്ങനെ നടക്കുന്നത് എമിലി ബ്ലാക്കിനെ കാണാൻ വേണ്ടിയാണ്. മാർക്ക് അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ മാർക്കിന്റെ ബോഡിയിൽ ഒന്ന് ഇടിച്ചുകൊണ്ട് നടന്നെങ്ങ് പോയി. ഒരാൾ തന്നെ മനഃപൂർവ്വം ഇടിച്ചതായി മാർക്കിന് മനസ്സിലായി. നടന്നു പോകുന്ന ആള് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ ആ മനുഷ്യൻ അങ്ങ് നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്ന ആളെ ഒന്ന് നോക്കിയ മാർക്ക് പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. തനിക്ക് മുന്നിലായി ഒരു ചെറിയ പേപ്പർ വീണിട്ടുണ്ട്. മാർക്ക് കുനിഞ്ഞ് ആ പേപ്പർ എടുത്തു. ഞാൻ മാർക്കിനെ കണ്ടുപിടിച്ചോളാം. വെറുതെ എന്നെ തിരക്കി അവിടെ ഇവിടെ നടക്കരുത്. എമിലി തന്നെ ഇടിച്ചിട്ട് പോയത് എമിലി ബ്ലാക്ക് ആണെന്ന് അപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. മാർക്ക് എമിലിയെ തിരക്കി അവിടെ ഇവിടെ നടന്നാൽ സ്വാഭാവികമായും മാർക്കിനെ മറ്റു പലരും കാണും. അത് അപകടമാണ്. മാർക്ക് സെയിന്റ് സ്കൂവിനെയും അതുപോലെ ഫെലിനെയും കണ്ടുമുട്ടിയതുപോലെ വേറെയും ആളുകളെ കണ്ടുമുട്ടും. അല്ലെങ്കിൽ അവർ മാർക്കിനെ കണ്ടുപിടിക്കും. അത് മനസ്സിലാക്കിയ മാർക്ക് പെട്ടെന്ന് ആ പേപ്പർ അങ്ങ് ചുരുട്ടി കീറി ചെറു കഷ്ണങ്ങളാക്കി അങ്ങ് നശിപ്പിച്ചു. എമിലി ബ്ലാക്കിന്റെ കൈപ്പടയിൽ അങ്ങനെ ഒരു പേപ്പർ അവിടെ വീണ് കിടക്കുന്ന കണ്ടാൽ സ്വാഭാവികമായിട്ടും അത് വലിയ വിഷയം ഉണ്ടാക്കും. മാർക്ക് നിശബ്ദനായി ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇരുന്ന് പതുക്കെ ധ്യാനത്തിലേക്ക് കടന്നു. മാർക്ക് ആ ധ്യാനത്തിൽ അങ്ങനെ ലയിച്ചു വരുമ്പോൾ ആ മതിലിനടുത്ത് ഒരു ഉഗ്ര ശബ്ദം. മാർക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആ മതിൽ തകർത്തുകൊണ്ട് സാക്ഷാൽ എമോട്ടോ ക്രെയിൻ അകത്തേക്ക് കിടക്കുന്നതാണ് മാർക്ക് കണ്ടത്. എമോട്ടോ ക്രെയിൻ അകത്തേക്ക് കിടന്നതും എമോട്ടോ ക്രെയിനൊപ്പം സാക്ഷാൽ ശ്രീറാമും ഉണ്ട്. അവർ രണ്ടും മാത്രമല്ല, 100 കണക്കിന് ഡീമൺ റൈസുകാരും അകത്തേക്ക് ഇരച്ചു കയറി. ഡീമൺ റൈസുകാരെ ആ ബൗണ്ടറിക്ക് അകത്ത് കണ്ടതും അകത്തുണ്ടായിരുന്ന ട്രൂ സെയിന്റുകൾ പല മേഖലയിൽ നിന്നും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ശരിക്കും ഒരു സംഘർഷം അവിടെ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ട്രൂ സെയിന്റുകളെല്ലാം മാനവ വംശത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. ചെകുത്താന്മാരെ, ഡീമനുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഡീമൺ റൈസ്. പക്ഷെ ഡീമൺ റൈസിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യന്മാരാണ്. മൃഗങ്ങൾ മനുഷ്യ രൂപത്തിലേക്ക് മാറിയതാണ്. അങ്ങനെ അല്ലാത്തവരും അവിടെയുണ്ട്. അതിലൊരാളാണ് സാക്ഷാൽ ശ്രീറാം. ട്രൂ സെയിന്റുകൾ ഒരുപാട് അവിടേക്ക് ഓടി വന്നതും അവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ ഷീ കുടുംബത്തിന്റെ ആ ലീമാനും ഓടിയെത്തി. ലീമാൻ ആ ട്രൂ സെയിന്റുകളുടെ നടക്ക് നിന്നിട്ട് മുന്നിൽ നിൽക്കുന്ന എമോട്ടോ ക്രെയിനെയും ശ്രീറാമിനെയും ഒന്ന് നോക്കി. നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഇവിടേക്ക് കടന്നു വന്നത്? അതിന് മറുപടി പറഞ്ഞത് ശ്രീറാമാണ്. എന്താ, നിങ്ങൾക്ക് മാത്രമാണോ ഈ അവസരം? ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായ അവസരത്തെ നിങ്ങൾ കുറച്ചാളുകൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല. ശ്രീറാമിന്റെ ആ ശബ്ദത്തിന് വല്ലാത്ത വ്യക്തതയുണ്ട്, അതേസമയം നല്ല മുഴക്കവുമുണ്ട്. മതിലപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകൾക്ക് അത് കേൾക്കാം. പതുക്കെ ആ സംഭാഷണം ഇരുഭാഗവും തമ്മിലുള്ള ഒരു കലഹമായി രൂപം കൊള്ളുകയാണ്. ഈ സമയത്താണ് ഡീൻലി സ്ഥലത്തെത്തുന്നത്. ഡീൻലിക്കൊപ്പം അവിടെ തണ്ടർ കോർട്ട്യാർഡിൽ നിന്നുള്ള അനവധി ആളുകളും എത്തിയിട്ടുണ്ട്. തണ്ടർ കോർട്ട്യാർഡിലെ ഡീൻലിയുടെ വിവിധ പീക്കുകളിലുള്ള സകല യോദ്ധാക്കളെയും ഡീൻലി അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡീൻലിയുടെ മുന്നിൽ ആ മതിലൊരു വിഷയമേ അല്ല. ഡീൻലി ഒന്ന് കൈ തൊട്ടതും മതില് എങ്ങോട്ട് ഇടിഞ്ഞു മാറിയെന്ന് പറയാം. ഡീൻലിക്കൊപ്പം സാക്ഷാൽ ഫ്ലവർ ഗ്രാനിയും ഉണ്ട്. ഫ്ലവർ ഗ്രാനി ശരിക്കും വയസ്സായ ഒരു സ്ത്രീയാണ്. എന്തായാലും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരു സംഘർഷം സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ലക്ഷണവും ഡീമനും ട്രൂ സെയിന്റുകളും തമ്മിലുണ്ട്.
പക്ഷെ എല്ലാവരും ഒന്ന് ലിമിറ്റ് ചെയ്ത് പിടിക്കുകയാണ്. ആ കോമ്പൗണ്ട് വാളിനുള്ളിൽ അല്ലെങ്കിൽ ആ പാത്ത് ഓഫ് ഹെവൻ സംഭവിക്കുന്നത് വരെ ഒരു തരത്തിലുമുള്ള സംഘർഷവും പാടില്ല എന്ന് ഒരു നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നത് ആ സുവർണ നിമിഷത്തിന് വേണ്ടിയാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ആ പാത ഇഷ്ടംപോലെ ഊർജം താഴേക്കിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു നിശ്ചിത സ്റ്റേജ് കഴിയുമ്പോൾ ഒരു ഒറ്റ പ്രകാശമായി മാറും. ആ പ്രകാശം ആ ബൗണ്ടറിക്ക് അകത്ത് പുറത്തുമുള്ള ആരെയെങ്കിലും ലക്ഷ്യമിട്ട് അവരുടെ പുറത്തു വീഴും. ആ ആളെയാണ് സ്വർഗം തിരഞ്ഞെടുത്ത വ്യക്തി എന്ന് എല്ലാവരും വിളിക്കുക. ആ ആള് ആരായിരിക്കും അതറിയാനുള്ള ആകാംക്ഷ അവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. ആ ആള് തങ്ങളായിരിക്കണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. മാർക്ക് കൗതുകപൂർവ്വം ആ സംഘർഷത്തിലേക്കും ആകാശത്തേക്കും നോക്കുമ്പോൾ ആകാശത്ത് സാവധാനം സകല പ്രകാശവും ഒന്ന് ഒതുങ്ങി ആ സിംഗിൾ പ്രകാശം മാത്രമായി മാറി. ഇപ്പോൾ പൂർണ്ണ നിശബ്ദതയാണ് മതിലിനകത്തും പുറത്തുമുള്ളത്. സകല ആളുകളുടെയും കണ്ണുകൾ ആകാശത്തേക്കാണ്. മാർക്ക് ആകാശത്തേക്ക് നോക്കിയിട്ട് ചുറ്റുപാടും ഒന്ന് നോക്കുമ്പോൾ അവിടെ മുകളിൽ കാണുന്ന മലയിൽ സാക്ഷാൽ ബ്ലാക്ക് കുടുംബത്തിൻ്റെ പവലിയൻ മാർക്ക് കണ്ടു. ബ്ലാക്ക് കുടുംബത്തിൻ്റെ പവലിയനിൽ ഒത്ത നടക്ക് രണ്ടാളുകൾ ഇരിപ്പുണ്ട്. അതിൽ ഒരാളെ മാർക്ക് അറിയും, അത് എമിലി ബ്ലാക്കാണ്. തൊട്ടടുത്തായി ലേശം പ്രായമുള്ള ഒരു മനുഷ്യരിപ്പുണ്ട്. മാർക്ക് അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ സമയത്ത് അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്ന ഡയലോഗ് മാർക്ക് കേട്ടു. സാക്ഷാൽ ടിയാൻഷി ബ്ലാക്ക് സെയിൻറ്റസിനൊപ്പം എത്തിയിരിക്കുകയാണല്ലോ. സെയിൻറ്റസ് എമിലി ബ്ലാക്കിനൊപ്പം ഇരിക്കുന്ന വ്യക്തി ആരാണെന്ന് പെട്ടെന്ന് മാർക്കിന് മനസ്സിലായി. ബ്ലാക്ക് കുടുംബത്തിന്റെ ഫാമിലി ഹെഡ് ഹോളി ലോർഡ് ടിയാൻഷി ബ്ലാക്ക് ആണ് അവിടെ ഇരിക്കുന്നത്. അയാൾക്ക് ഒരു വല്ലാത്ത ശാന്തതയുണ്ട്. ആ രണ്ടുപേർക്ക് പുറകിലായി സാക്ഷാൽ അങ്കിൾ ഇയാൻ അങ്ങനെ നിൽപ്പുണ്ട്. അതിനു പുറമെ വേറെയും ഒരുപാട് ആളുകളുണ്ട്. കൂടുതൽ ബ്രയൻ ബ്ലാക്കും ഉണ്ട്. മാർക്ക് കൗതുകപൂർവ്വം അവിടെ നിന്ന് അടുത്ത പവലിയനിലേക്ക് കണ്ണു മാറ്റുമ്പോൾ മാർക്ക് അവിടെ കണ്ടത് ഷീ കുടുംബത്തിൻ്റെ ആളുകളെയാണ്. ഷീ ലീമാനും ഷൈനും ഷിയു ഉൾപ്പെടെ എല്ലാ ആളുകളും ഉണ്ട്. ഷീ കുടുംബത്തിൻ്റെ എൽഡേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. മൂന്നാമത്തെ പവലിയൻ ടെങ് കുടുംബത്തിൻ്റെയാണ്. അവിടെ ടെങ് കുടുംബത്തിൻ്റെ ആ ഹോളി ലോർഡ് ഗ്രാൻഡ് മാസ്റ്റർ ടെങ് ടൈറ്റനും അദ്ദേഹത്തിൻ്റെ മകൻ ടെങ് സിന്നറുമുണ്ട്. വേറെയും യോദ്ധാക്കളുണ്ട്. യാവ കുടുംബത്തിൻ്റെ ഹോളി സൺ അവിടെ എത്തിയിട്ടുണ്ട്. മാർക്കുമായി ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങിയ അതേ യാവോ നൈനാൻ. യാവ കുടുംബത്തിൽ നിന്ന് അനവധി ആളുകളായി എത്തിയിരിക്കുന്നു. നീ കുടുംബത്തിൻ്റെ ആളുകളുമുണ്ട്, ഗു കുടുംബത്തിൻ്റെ ആളുകളുമുണ്ട്. ഗു കുടുംബത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ സെയിൻറ്റസ് ഗു ഉണ്ട്. ജിയാങ് കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ജിയാങ് ഫെലിനിയും ജിയാങ് ഹോയൊക്കെ ഉണ്ട്, ജിയാങ് ഹേയൊക്കെ ഉണ്ട്. എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും അവിടെ എത്തിയിരിക്കുകയാണ്. സകലരുടെയും ശ്രദ്ധ ആ നിമിഷത്തിൽ ആകാശത്തിലേക്കാണ്. ഈ നിമിഷത്തിൽ മാർക്കിന്റെ കണ്ണും എമിലി ബ്ലാക്കിന്റെ കണ്ണും തമ്മിൽ ഒന്നിടഞ്ഞു. സകല ആളുകളും ആ സ്വർഗത്തിൽ നിന്നുള്ള ആ പ്രകാശം താഴെ വീഴുന്നിലേക്ക് ശ്രദ്ധിക്കുന്ന ഈ നിമിഷത്തിൽ ഒളിച്ചോടാം എന്നൊരു ചിന്ത എമിലിയുടെ ആ നോട്ടത്തിനകത്ത് മാർക്ക് കൃത്യമായി കാണുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ആ പ്രകാശം ആകാശത്ത് നിന്ന് താഴേക്ക് താഴ്ന്നു തുടങ്ങി. പൂർണ്ണ നിശബ്ദതയിൽ ആ എൻഷ്യർ മലയും അങ്ങനെ തരിച്ചു നിൽക്കുമ്പോൾ ആ പ്രകാശം പതുക്കെ താണു വരികയാണ്. താഴ്ന്നു വന്ന പ്രകാശം ആ മലയിൽ നിന്ന് ഏകദേശം ഒരു 100 അടി മുകളിലെത്തിയപ്പോൾ അങ്ങ് നിന്നു. ശരിക്കും ആ പ്രകാശത്തിന് ഒരു ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്ന ശൈലിയിൽ അത് അവിടെ നിന്ന് ചുറ്റും നോക്കും പോലെയാണ് ആളുകൾക്ക് തോന്നിയത്. ആ പ്രകാശം ആകാശത്ത് അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. സകലരും വല്ലാത്തൊരു കൗതുകത്തോടെ ആ പ്രകാശത്തെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പ്രകാശം മലകളുടെ ഭാഗത്തേക്ക് നീങ്ങി. ആ മലയിൽ അനവധി പവലിയനുകളുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ആ പവലിയനിട്ടിരിക്കുന്ന മലയിലാണ്. ആ മലയിലേക്ക് കടന്ന പ്രകാശം ഒരു വശത്തുനിന്ന് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. സകലരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് സ്വർഗം തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ ആരെന്നറിയാനായി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പ്രകാശം ഒരു മനുഷ്യനെ പൂർണ്ണമായും അങ്ങ് വിഴുങ്ങി. ആ പ്രകാശത്തിൽ ആ മനുഷ്യൻ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. സകല സ്ഥലത്തുമുള്ള നിശബ്ദത ആ നിമിഷത്തിൽ പെട്ടെന്നങ്ങ് ബ്രേക്കായി. ഹോളി സൺ, ഹോളി സൺ എന്നുള്ള വിളി സകല ദിക്കുകളിൽ നിന്നും ആ നിമിഷം ഉയർന്നു. ആ പ്രകാശം പൂർണ്ണമായും ഇപ്പോൾ ഒരാളുടെ ചുറ്റുമുണ്ട്. അത് സാക്ഷാൽ ടെങ് സിന്നറാണ്.
ടെങ് കുടുംബത്തിന്റെ ആഹ്ലാദത്തിന് അതിരുകളില്ല എന്ന് പറഞ്ഞാൽ മതി. ടെങ് കുടുംബത്തിന്റെ ആ ഫാമിലി ഹെഡ് ടെങ് ടൈറ്റൻ വല്ലാത്ത ആഹ്ലാദത്തോടുകൂടി തന്റെ മകനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വന്ന ആ പ്രകാശം ടെങ് സിൻറെ മുഴുവൻ അങ്ങനെ വിഴി നിൽക്കുകയാണ്. ടെങ് സിൻറെ മുഖത്ത് ഒരു വല്ലാത്ത ശാന്തത. ശരിക്കും അവിടെ ആരുടെയെങ്കിലും പുറത്ത് ആ പ്രകാശം വീഴണമെങ്കിൽ അതിന് ഏറ്റവും അർഹത ടെങ് സിന്നർക്ക് തന്നെയാണ്. അക്കാര്യത്തിൽ ആ കാഴ്ച കണ്ട ആർക്ക് സംശയമില്ല, മാർക്കിന് പോലും. പെട്ടെന്നാണ് എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ ടെങ് കുടുംബത്തിന്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയത്. ടെങ് സിന്നറെ അനുമോദിക്കാനായി ആളുകൾ ഇങ്ങനെ ഓടിയെത്തുകയാണ്. യാവോ കുടുംബവും ബ്ലാക്ക് കുടുംബവും ഷീ കുടുംബവും ജയൻ കുടുംബവും എല്ലാം അവിടേക്ക് നീങ്ങുകയാണ്. സകലമായ ആളുകളും ടെങ്ങിനെ അനുമോദിക്കാനെ അങ്ങനെ നീങ്ങുമ്പോൾ എമിലി ബ്ലാക്ക് അവളുടെ ആ സീറ്റിൽ നിന്ന് എണീറ്റു. സകല ആളുകളുടെ മൂവ്മെന്റ് ഒരു ദിശയിലേക്കാണ്. അതിനിടയിൽ കൂടി എമിലി ബ്ലാക്ക് പതുക്കെ താഴോട്ടിറങ്ങി. എമിലി തന്നെ നിരീക്ഷിക്കുന്ന മാർക്ക് ഫെല്ലർ അത് കൃത്യമായി കണ്ടു. അയാൾ ഒരു വശത്തേക്ക് മാറിയതും ആ കാഴ്ച കണ്ട മാർക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒന്ന് ഇടത്തോട്ട് മാറിയതും എമിലി മാർക്കിനെ തൊട്ടടുത്തെത്തി. മാർക്ക് നമുക്ക് പോവാം. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് ഫെല്ലർ എമിലിയെ കൊണ്ട് അതിവേഗം ഓടി ആ എനർജി ബാരിയറിന് അടുത്തെത്തി. അവിടെ എത്തിയതും മാർക്ക് ശക്തമായി ആ മതിലിലേക്ക് ഇടിക്കാനായി കൈയെടുത്തതും എമിലി മാർക്കിനെ പിടിച്ചു നിർത്തി. മാർക്ക് നിർത്ത്, ഇത് പൊളിച്ചാൽ ആ നിമിഷം ആളുകൾ നമ്മളെ കാണത്തില്ലേ? സകല ആളുകളും ഇപ്പോൾ ആ ഒറ്റ രംഗത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മറ്റേതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ശബ്ദം ഉണ്ടായാൽ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. എമിലി പറഞ്ഞത് മാർക്കിനും അറിയാവുന്ന കാര്യമാണ്. മാർക്ക് എമിലിയോട് ചോദിച്ചു, എമിലി പിന്നെന്ത് ചെയ്യും? അങ്ങനെ മാർക്ക് ചോദിച്ചതും എമിലി അവളുടെ നെഞ്ചിലോട്ട് കൈവച്ച് അവളുടെ ബ്രസ്റ്റുകൾക്കിടയിൽ നിന്ന് ഒരു പേപ്പർ പുറത്തേക്കെടുത്തു. ശരിക്കും ഒരു കളർഫുൾ പേപ്പറാണ് അവൾ പുറത്തെടുത്തത്. ആ പേപ്പർ അവൾ കയ്യിൽ നിന്ന് വെച്ചിട്ട് ആ എനർജി ബാരിയറിന് മുന്നിൽ ഒന്ന് തൊട്ടതും ആ എനർജി ബാരിയർ പതുക്കെ അങ്ങ് വഴിമാറി, ശബ്ദിക്കാതെ. മാർക്ക് കൗതുകത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. പക്ഷേ അടുത്ത നിമിഷം തന്നെ മാർക്ക് എമിലിക്കൊപ്പം പുറത്തിറങ്ങി. എമിലിയും മാർക്കും പുറത്തിറങ്ങിയിരിക്കുന്നത് ശരിക്കും ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്കാണ്. അവിടെ ടൺ കണക്കിന് ആളുണ്ട്. എല്ലാ ആളുകളും മുകളിൽ മലയിൽ കാണുന്ന സാക്ഷാൽ ടെങ്ങിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാ ആളുകളുടെയും ശ്രദ്ധ ടെങ് സിന്നറിലേക്ക് മാറിയ നിമിഷത്തിൽ മാർക്കും എമിലിയും കൂടി ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അതിവേഗം പുറത്തേക്ക് കടന്നു. മാർക്കിനും കൊണ്ട് എമിലി ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയ മാർക്ക് എമിലിയോട് ചോദിച്ചു, അതെ എമിലി, എന്തിനാ ഇവിടെ? അങ്ങനെ മാർക്ക് ചോദിച്ചതും എമിലി കൈ ഉയർത്തി വായുവിൽ ചില കാര്യങ്ങളൊക്കെ വരച്ചു. അവളുടെ കൈയുടെ ചലനം ഒന്ന് പൂർത്തീകരിച്ചതും മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ തുറസായ സ്ഥലത്ത് അവിടെ ഒരു വിമാനം പ്രത്യക്ഷപ്പെടുകയാണ്. ശരിക്കും ഒരു സ്പേസ് ഷിപ്പ്. ആ സ്പേസ് ഷിപ്പിനെ സ്പേഷ്യൽ മാജിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എമിലി ബ്ലാക്ക് മറച്ചിരിക്കുകയായിരുന്നു. മീശയും അതുപോലെ ഹെക്ടർ ടെങ്ങൊക്കെ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് ഇവിടെ ഇതാ എമിലി ബ്ലാക്ക് ഉപയോഗിക്കുകയാണ്. ആ കയോട്ടിക് ഗുഹയുടെ മുന്നിൽ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് മീശ ഇതുപോലെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ആ പ്ലാറ്റ്ഫോമിനെ മറച്ചിരുന്നു. ആ ടെക്നിക്കിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ടെക്നിക്കാണ് സത്യത്തിൽ എമിലി ബ്ലാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എമിലിയുടെ ആ കഴിവിൽ ശരിക്കും മാർക്ക് തന്നെ അമ്പരന്ന് പോവുകയാണ്. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, നീ എന്നെ ശരിക്കും അതിശയിപ്പിക്കുകയാണ്. മാർക്ക്, നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല, വേഗം അകത്തേക്ക് കയറ്. അങ്ങനെ മാർക്കിനോട് പറഞ്ഞിട്ട് എമിലി ആ സ്പേസ് ഷിപ്പിനകത്തേക്ക് കയറിയതും പെട്ടെന്ന് ഒരു ശബ്ദം, ഹേയ് മാർക്ക് ഫെല്ലർ, എവിടെ പോകുന്നു? ശബ്ദം കേട്ട് മാർക്ക് തിരിയുമ്പോൾ മാർക്ക് ആ മനുഷ്യനെ വീണ്ടും കണ്ടു. നീ കുടുംബത്തിന്റെ ആ സ്പേസ് ഷിപ്പിനകത്തുണ്ടായിരുന്ന 3 ആളുകളിൽ ഒരാൾ, മാർക്കിനെ അറ്റാക്ക് ചെയ്ത ആ മൂവരിൽ ഒരാൾ. അയാളെ കണ്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ്, നിങ്ങളെന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? നീ ഇവിടെ എത്തിയ നിമിഷം മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാം നീ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന്. നീ എന്താ ബ്ലാക്ക് കുടുംബത്തിന്റെ സെയിന്റസിനെ അടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്? മാർക്ക്, സെയിന്റസിനെ തട്ടിക്കൊണ്ടുപോയാലുള്ള കുഴപ്പത്തെക്കുറിച്ച് നിനക്കറിയാമല്ലോ. അങ്ങനെ അയാൾ ചോദിച്ചതും സെയിന്റസ് എമിലി ബ്ലാക്ക് ആ വിമാനത്തിൽ നിന്ന് താഴോട്ടിറങ്ങി. അവൾ ആ നീ കുടുംബത്തിലെ എൽഡറോട് പറഞ്ഞു, ഹേയ് എൽഡർ, പ്ലീസ് ഞങ്ങൾ വെറുതെ വിടണം. സെയിന്റസ്, ദയവായി അങ്ങനെ പറയരുത്. നിങ്ങൾ രണ്ടും കൂടി ഇവിടുന്ന് പോകുന്നത് കണ്ടിട്ട്
ആ കാര്യം ബ്ലാക്ക് കുടുംബത്തിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് വലിയ വിഷമമുണ്ടാക്കും. അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഞാനല്ലേ വാക്ക് തരുന്നത്. സെയിൻറ്റസ്, അത് പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ തടുത്തേ പറ്റൂ. അങ്ങനെ അയാൾ വീണ്ടും പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി നീ അകത്തേക്ക് കയറ്, ഇവനെ ഞാൻ നോക്കാം. അത് കേട്ടപ്പോൾ ആ മനുഷ്യ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ ഒരു സെമി സെയിൻറ്റും ഞാനൊരു ട്രൂ സെയിൻറ്റുമാണ്. നീ എന്നെ എങ്ങനെ നോക്കാമെന്നാണ് പറയുന്നത്? അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഒന്ന് ചിരിച്ചു. നീ ട്രൂ സെയിൻ്റ് ആണോ അല്ലയോ എന്നുള്ളതും എൻ്റെ വിഷയമല്ല. നിന്നെ തോൽപ്പിക്കാൻ എനിക്കാകുമെന്ന് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിനെ 6th ലെവൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ബാറ്റിൽ വേർഡ് ഫോർമുല. ആ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്യുന്നതും മാർക്കിന്റെ ഓറ അതിശക്തമായി വർദ്ധിക്കുന്നതൊക്കെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ്. അതിശക്തമായി ആ ഓറ വർദ്ധിച്ചതും ആ ട്രൂ സെയിന്റ് വളരെ കൗതുകത്തോടെ മാർക്കിനെ നോക്കി. മാർക്ക് മുന്നോട്ട് കുതിച്ച് അയാൾ ആഞ്ഞൊരൊറ്റ ഇടി. മാർക്ക് എത്ര ലെവൽ വർദ്ധിപ്പിച്ചാലും മാർക്ക് ഒരു സെമി സെയിന്റ് മാത്രമാണ്. സെമി സെയിന്റ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു റിവേഷൻ ഓയിഡ് സ്റ്റേജിലെ കൾട്ടിവേറ്ററാണ്. ഹോളി പവർ ഉള്ള റിവേഷൻ ഓയിഡ് സ്റ്റേജുകാരെ സെമി സെയിന്റ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ഹോളി പവർ പൂർണ്ണമായും കൈവശമുള്ള ആളാണ് ട്രൂ സെയിന്റ്. അയാളുടെ ആ ഹോളി പവർ ഒന്ന് ഉപയോഗിച്ചതും മാർക്കിന്റെ ആ പഞ്ച് അങ്ങ് തകർന്നു. മാർക്ക് അടുത്ത നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം ചെയ്തു. മാർക്ക് 7th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്യാനായി മാർക്കിന്റെ എൻറ്റയർ ഊർജ്ജം ഉപയോഗിക്കുകയാണ്. മാർക്കിന്റെ എല്ലാ കോശങ്ങളിലെയും ഊർജം ഒന്നിച്ച് കത്തിച്ചാൽ മാത്രമേ മാർക്കിന് ഒരു നിശ്ചിത സമയത്തേക്ക് മാർക്കിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. മാർക്ക് 7th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുലയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൻ പ്രഷർ എതിർ നിൽക്കുന്ന ആ ട്രൂ സെയിന്റിന് അനുഭവപ്പെടുന്നുണ്ട്. ആ ട്രൂ സെയിന്റിന് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അയാൾ കാണുന്നത്. അതിശക്തനായ ഒരു യോദ്ധാവിന്റെ എല്ലാ ലക്ഷണങ്ങളും മാർക്കിലുണ്ട്. മുന്നോട്ട് കുതിച്ച മാർക്ക് ആ 10,000 ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് ഒരൊറ്റ പഞ്ച്. ട്രൂ സെയിന്റ് പെട്ടെന്ന് ഇരു കൈകൾ കൊണ്ട് ഒരു സീല് സൃഷ്ടിച്ച് ആ പഞ്ചിനെ തടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ ദൂരേക്ക് തെറിച്ചു. അയാളുടെ വായിന്ന് ചോര പുറത്തേക്ക് വരികയാണ്. മാർക്ക് ഇടിച്ചു തെറിപ്പിച്ചത് സാക്ഷൽ ട്രൂ സെയിന്റിനെയാണ്. പക്ഷേ ട്രൂ സെയിന്റിനെ ഇടിച്ചു തെറിപ്പിക്കാനേ മാർക്കിന് പറ്റിയുള്ളൂ. അയാൾ പെട്ടെന്ന് ചാടി എണീറ്റു. മാർക്ക്, നിന്റെ ഈ ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് 8th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബാറ്റിൽ വേർഡ് ഫോർമുലയാണ്. ആ പാത്ത് ഓഫ് ഹെവന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംഘടന നടക്കുന്ന കാര്യം മാർക്കിന് അറിയാം. അവിടെ വെച്ച് ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ രക്ഷപ്പെടാനായി മാർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്നിക്കാണ് ബാറ്റിൽ വേർഡ് ഫോർമുല. മാർക്ക് ആ 8th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തതും അകത്തുനിന്ന് എമിലി ഉറക്കെ വിളിച്ചു, മാർക്ക്! അവക്കറിയാം മാർക്ക് എരിഞ്ഞു തീരുകയാണ്. പക്ഷെ അവളുടെ ആ വിളി മാർക്കിന്റെ ചെവിയിൽ എത്തും മുമ്പ് മാർക്ക് മുന്നോട്ട് കുതിക്കുകയും തുടർച്ചയായി 2 പഞ്ചുകൾ ആ ട്രൂ സെയിന്റിനിട്ട് കൊടുക്കുകയും ചെയ്തു. മാർക്കിന്റെ ഇടിയേറ്റ് അയാൾ ആ തറയിലേക്ക് താന്നു. അത്ര ശക്തമായിട്ടാണ് മാർക്ക് ഫെല്ലർ ആ ട്രൂ സെയിന്റിനെ ഇടിച്ചത്. ശരിക്കും ആ ട്രൂ സെയിന്റിന് ഒപ്പം ആ നിമിഷത്തിൽ മാർക്കിന്റെ എബിലിറ്റി എത്തിയിരിക്കുകയാണ്. പക്ഷെ അത് ഏതാനും മിനിറ്റുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. മാർക്കിന്റെ എൻറ്റയർ ഊർജ്ജവും എടുത്ത് കത്തിച്ചിട്ടാണ് മാർക്ക് ആ ശക്തി നേടിയിരിക്കുന്നത്. മാർക്ക് അതിവേഗം തിരിച്ച് ആ സ്പേസ് ഷിപ്പിനകത്തേക്ക് ഓടിക്കേറി. ആ സ്പേസ് ഷിപ്പിനകത്തേക്ക് ഓടിക്കയറുമ്പോൾ മാർക്ക് നന്നായി വിറയ്ക്കുന്നുണ്ട്. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി വേഗം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മാർക്ക് പറയുമ്പോഴും എമിലി ഓടി വന്ന് മാർക്കിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല, നീ സ്പേസ് ഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യും. മാർക്ക് അങ്ങനെ തീർത്ത് പറഞ്ഞതും വാതിലുകൾ അടച്ച എമിലി ബ്ലാക്ക് അതിവേഗം സ്പേസ് ഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തു. ആ സ്പേസ് ഷിപ്പ് നിമിഷ നേരം കൊണ്ടാണ് ആകാശത്തേക്ക് അങ്ങ് പറന്നുയർന്നത്. ഈ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ആ സ്പേസ് ഷിപ്പിനകത്ത് അങ്ങനെ മലർന്നങ്ങ് കിടക്കുകയാണ്. ശരിക്കും മാർക്ക് അവന്റെ സകല ഊർജവും എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ദേഹത്തുണ്ടായിരുന്ന മുഴുവൻ ഊർജവും കത്തിച്ച് മാർക്ക് ആ ട്രൂ സെയിന്റിനെ തോൽപ്പിച്ചു എന്നതാണ് സത്യം. ആ ഷിപ്പിനകത്ത് വീണ് കിടക്കുന്ന മാർക്ക് ഫെല്ലറെ എമിലി ബ്ലാക്ക് കാണുന്നുണ്ട്. എമിലി മാർക്കിനോട് ചോദിക്കുകയാണ്, മാർക്ക് എങ്ങനെയുണ്ട്? എമിലി നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും പിടിച്ചു നിൽക്കും. അതിവേഗം ആശ്രമ മോഡിലേക്ക് തിരിക്കും. കോർഡിനേറ്റേഴ്സ് ആശ്രമ മോഡിലേക്ക് കണക്ട് ചെയ്ത എമിലി ബ്ലാക്ക് അതിവേഗം ആ വാഹനം ആ ദിശ ലക്ഷ്യമാക്കി പായിച്ചു കൊണ്ടുപോകുന്ന ആ നിമിഷത്തിൽ
അവിടെ ആ പാത്ത് ഓഫ് ഹെവൻ നടന്ന സ്ഥലത്ത് സകല ആളുകളും ആ ട്രൂ സെയിന്റ് ടിങ് സിന്നറെ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിനടുത്തേക്ക് ആദ്യം അഭിനന്ദനവുമായി എത്തിയത് ടിയാൻഷി ബ്ലാക്കാണ്. ടിയാൻഷി ടിങ് സിന്നർക്ക് കൈ കൊടുത്തുകൊണ്ട് അയാളോട് പറഞ്ഞു, ഏയ് സിന്നർ, ശരിക്കും എനിക്ക് സന്തോഷമായി കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൂട്ടത്തിൽ ഈ പാത്ത് ഓഫ് ഹെവന്റെ സെലക്ഷന് അർഹത ഉണ്ടായിരുന്നത് നിനക്ക് തന്നെയാണെന്നാണ്. ടിയാൻഷി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും ടിങ് ടൈറ്റൻ ടിയാൻഷി ബ്ലാക്കിനോട് പറഞ്ഞു, ഏയ് ഹോളി ലോർഡ്, അങ്ങ് ശരിക്കും ഞങ്ങളെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പരിഭവമില്ലാതെ, ഒരു വിദോഷവുമില്ലാതെ, ഒരു അസൂയമില്ലാതെ ടിയാൻഷി ബ്ലാക്ക് പറഞ്ഞ ആ വാക്കുകൾക്ക് ടൈറ്റനെ വല്ലാതെ സന്തോഷിപ്പിച്ചുവെന്ന് അയാളുടെ മറുപടി വിളിച്ചു പറയുകയാണ്. ഈ സമയത്ത് ലീമാനും സ്ഥലത്തെത്തി. ലീമാനും സിന്നറെ അഭിനന്ദിച്ചു. എല്ലാ ആളുകളും അവിടേക്ക് വരികയാണ്. സെയിന്റ് സ്കൂ വളരെ സന്തോഷത്തോടെ സിന്നറോട് പറഞ്ഞു, സിന്നർ, ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ സെലക്റ്റഡ് ഒന്നായിരിക്കുകയാണ്. സിന്നർ, ഇത് ശരിക്കും നമുക്ക് ചെറുപ്പക്കാർക്ക് വല്ലാതെ അഭിനന്ദിക്കാൻ കഴിയുന്ന, സന്തോഷിക്കാൻ കഴിയുന്ന നിമിഷമാണ്. അതിന് മറുപടിയായി സിന്നർ പറഞ്ഞു, ഹേയ് സെയിന്റസ്, ഇത് ശരിക്കും ഒരു ഭാഗ്യമല്ലേ? ഈ ഭാഗ്യം ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ലഭിക്കാം. സെയിന്റസ് ഗൂവിനോട് അത് സിന്നർ പറയുമ്പോൾ അയാളുടെ ഒരു സിംപ്ലിസിറ്റി ശരിക്കും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ 10,000-കണക്കിന് ആളുകൾക്കിടയിൽ ഒരാളെ ഹെവൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ആള് തറയിലൊന്നും അല്ലാത്ത ഫീൽ ചെയ്യേണ്ടതാണ്. അയാൾ അങ്ങനെ നോക്കേണ്ടതാണ് മറ്റുള്ള ആളുകളെ. പക്ഷേ സിന്നർ എല്ലാവരോടും അടുത്ത് ഇടപഴകുമ്പോൾ അവിടെ ആ മതിലിനടുത്ത് ഡീമൺ റേസും ട്രൂ സെയിന്റുകളും തമ്മിൽ ശരിക്കൊരു സംഘർഷം സ്റ്റാർട്ട് ചെയ്തു. പാത്ത് ഓഫ് ഹെവൻ കഴിഞ്ഞതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ ബാരിയറും അപ്രത്യക്ഷമായി. അതേ നിമിഷത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല നിയന്ത്രണങ്ങളും നീക്കപ്പെടുകയാണ്. ഇപ്പോൾ അവിടെ ആളുകളെ കൊന്നാലും ഒരാളും ചോദിക്കത്തില്ല. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ട്രൂ സെയിന്റുകൾ അവിടെ മുന്നിൽ ആ ഡീമൺ റേസുകാരെ കിട്ടിയതും ശരിക്കും ആ ഡീമൺ റേസുകളെ ഇല്ലാതാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് കുതിക്കുകയാണ്. ഡീമൺ റേസിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശ്രീറാമും അതുപോലെ ഇമ്മോർട്ടൽ ക്രൈനുമാണ്. അവർ രണ്ടുപേരും മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ ട്രൂ സെയിന്റുകളുടെ നേതാവായി സാക്ഷാൽ ലീമാൻ മുന്നിലെത്തി. ലീമാൻ ശ്രീറാമിനോട് ചോദിച്ചു, ഏയ് ശ്രീറാം, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ അനുജനും ഈ ഹോളി റീജനിൽ ഏവരും അറിയുന്നവരാണ്. അങ്ങനെ ലീമാൻ പറഞ്ഞതും ശ്രീറാം ലീമാനോട് പറഞ്ഞു, ലീമാൻ, നിന്റെ ഷീ കുടുംബം എൻ്റെ അനുജനെ കൊന്നു. അതിന് നീ നിന്റെ കുടുംബവും അനുഭവിക്കാൻ പോവുകയാണ്. നിന്റെ ഷീ കുടുംബത്തെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു മാറ്റും. ഡീമൺ റൈസിന്റെ ഭാഗമായി നിൽക്കുന്ന ശ്രീറാമിന്റെ ആ വാക്കുകൾക്ക് ഒരു വല്ലാത്ത അർത്ഥതലമുണ്ട്. ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ശക്തരാരെന്ന് ചോദിച്ചാൽ പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈ ചൂണ്ടുമെങ്കിലും പലരും അറിയാതെ പറയും ഷീ കുടുംബം അതിശക്തരാണ്. ആ ഷീ കുടുംബത്തെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് ശ്രീറാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വല്ലാത്തൊരു കൗതുകത്തോടെ ശ്രീറാമിനെ നോക്കുമ്പോൾ ലീമാൻ ഒന്ന് ചിരിച്ചു. ഹേയ് ശ്രീറാം, എന്തായാലും നിന്റെ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. നിനക്ക് അതിനുള്ള കരുത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒന്ന് ചാർജ് ചെയ്ത് ഡീമൺ റൈസുകാരെ അറ്റാക്ക് ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷത്തിൽ അവിടേക്ക് സാക്ഷാൽ ടിയാൻഷി എത്തി. ഏയ് ലീമാൻ, ഒന്ന് നിർത്ത്, നമ്മൾ വന്ന കാര്യം ഇതുവരെയും ചർച്ച ചെയ്തില്ലല്ലോ. അങ്ങനെ ടിയാൻഷി പറഞ്ഞപ്പോഴാണ് ശരിക്കും ലീമാൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇന്ന് പാത്ത് ഓഫ് ഹെവന്റെ ഡേറ്റ് ആണ്. ഇന്നാണ് ഷീ കുടുംബത്തിന്റെ ഷൈനും ബ്ലാക്ക് കുടുംബത്തിന്റെ എമിലിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടത്തേണ്ടത്. അതിനെക്കുറിച്ച് ആലോചിച്ചതും ലീമാൻ ടിയാൻഷിയോട് പറഞ്ഞു, ഏയ് ഹോളി ലോർഡ്, ക്ഷമിക്കണം, ഞാനത് ശരിക്കും ആലോചിച്ചില്ല. നമുക്ക് നടപടികൾ ആരംഭിക്കാം. അങ്ങനെ ലീമാൻ പറഞ്ഞതും ടിയാൻഷി ഉറക്കെ പുറകിലേക്ക് നോക്കി വിളിക്കുകയാണ്, എമിലേ ബാ. ടിയാൻഷി വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ വിളിച്ചപ്പോൾ എല്ലാ ആളുകളുടെയും ശ്രദ്ധ മുകളിലുള്ള ആ ബ്ലാക്ക് കുടുംബത്തിന്റെ പവലിയിലേക്ക് തിരിഞ്ഞു. ആളുകൾ ആ പവലിയിലേക്ക് അങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ അവിടെ പക്ഷെ അനക്കൊന്നുമില്ല. അവിടെ നിന്ന് ആരും ഇറങ്ങി വരുന്നുമില്ല. ഏതാനും മിനിറ്റ് കഴിഞ്ഞിട്ടും പുറകിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കാതെ വന്നതും ടിയാൻഷി തിരിഞ്ഞ് ആ പവലിയിലേക്ക് നോക്കി. അവിടെ എമിലി ബ്ലാക്ക് ഇല്ല. അയാൾ ഉറക്കെ വീണ്ടും വിളിച്ചു, എമിലേ. ആ ശബ്ദം ശരിക്കും ആ എൻറ്റിയർ മേഖലയിലും പ്രതിധ്വനിച്ചു എന്ന് പറയാം. ആ വിളിയുടെ പ്രതിധ്വനി മലകളിൽ തട്ടി തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ടും എമിലി ബ്ലാക്ക് അവിടെ ഉള്ളതിൻ്റെ ഒരു ലക്ഷണവും കണ്ടില്ല. ഏയ് ടിയാൻഷി,
എന്താ എന്തു പറ്റി? എമിലി ബ്ലാക്ക് അവിടെ പോയി. പെട്ടെന്ന് ടിയാൻഷി തിരിഞ്ഞ് അങ്കിൾ യാനൊന്ന് നോക്കി. ഏയ് യാൻ, എമിലി എവിടെ? ഹോളിലോഡ്, എനിക്കറിയില്ല. അങ്ങനെ യാൻ പറഞ്ഞതും ഹോളിലോഡ് ടിയാൻഷി ബ്ലാക്ക് കൈ നിവർത്തി ഒരു അടിയാടി. അങ്കിൾ യാൻ ആ അടി തടുക്കാൻ ശ്രമിച്ചില്ല. അടിയേറ്റ് അങ്കിൾ യാൻ ഒന്ന് കറങ്ങി താഴെ വീണു. പക്ഷെ അയാൾ വേഗം എണീറ്റു. അയാൾ നിശബ്ദനായി നിൽക്കുകയാണ്. അത് കണ്ടതും ടിയാൻഷി കയ്യൊന്നരക്കിയതും അങ്കിൾ യാൻ പെട്ടെന്ന് ടിയാൻഷിയുടെ അടുത്തേക്ക് വലിച്ച് അടുക്കപ്പെട്ടു. ശരിക്കും ഒരു അബ്സോർഷൻ പവർ ആ വലിക്കുണ്ട്. തന്റെ തൊട്ടു മുന്നിലെത്തിയ അങ്കിൾ യാനോടായി ടിയാൻഷി ചോദിച്ചു, ഏയ് യാൻ, എമിലി എവിടെ? വീണ്ടും ആ ചോദ്യം ചോദിച്ചതും അങ്കിൾ യാൻ ടിയാൻഷി ബ്ലാക്കിനോട് ആ കഥ പറഞ്ഞു. ഹോളിലോഡ്, എന്നോട് ക്ഷമിക്കണം. എമിലി ബ്ലാക്ക് മാർക്ക് ഫെല്ലർക്കൊപ്പം പോയി. എമിലി മാർക്കിനൊപ്പം പോയെന്നോ? അതേ ഹോളിലോഡ്, എമിലി മാർക്കിനൊപ്പം പോയി. അവിശ്വസനീയമായ ഒരു കഥ കേട്ടതുപോലെ ടിയാൻഷി ബ്ലാക്ക് ശരിക്കും സ്തംഭിച്ച് ഒരു നിമിഷം അങ്ങനെ നിന്നു പോവുകയാണ്. ലീമാൻ പെട്ടെന്ന് ഉറക്കെ ടിയാൻഷിയോട് ചോദിച്ചു, ഹേ ടിയാൻഷി, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആളുകളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അത് കേട്ടതും ടിയാൻഷി ദേഷ്യത്തോടെ ലീമാനോട് പറഞ്ഞു, ഏയ് സോഴ്സ് സംസാരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ബ്ലാക്ക് കുടുംബത്തിന്റെ ആ ട്രൂ സെന്റുകൾ നോക്കി ടിയാൻഷി പറഞ്ഞു, ഫോളോ മീ, ഫോളോ മീ എന്ന് ടിയാൻഷി പറയുമ്പോൾ ആ ട്രൂ സെന്റുകൾ മാത്രമല്ല ആ എൻറ്റയർ ഏരിയ ഒന്ന് വിറയ്ക്കുകയാണ്. ശരിക്കും ടിയാൻഷി ബ്ലാക്കിന്റെ അമ്പരപ്പിക്കുന്ന ആ ശബ്ദവും ആ ഗാംഭീര്യം കലർന്ന നോട്ടവും ആളുകളെ വിറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ടിയാൻഷി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ടൊന്ന് കുതിച്ചതും ബ്ലാക്ക് കുടുംബത്തിന് എൻറ്റയർ ട്രൂ സെന്റുകളും ഒന്നിച്ച് ടിയാൻഷി ബ്ലാക്കിനെ ഫോളോ ചെയ്തു. ഈ സമയത്ത് ഷീ കുടുംബത്തിന്റെ ട്രൂ സെന്റുകൾ ലീമാന്റെ അടുത്ത് നിൽക്കുകയാണ്. അതിൽ സീനിയറായ ഒരാൾ ലീമാനോട് ചോദിച്ചു, ഹോളിലോഡ്, അങ്ങെന്താ ബ്ലാക്ക് കുടുംബത്തിലെ ടിയാൻഷി ദേഷ്യപ്പെട്ടപ്പോൾ നിശബ്ദനായി നിന്നത്? ആ എൽഡർ അങ്ങനെ ചോദിച്ചതും ലീമാൻ ആ എൽഡറോട് ചോദിച്ചു, ബ്ലാക്ക് കുടുംബത്തിന്റെ ആ ഹോളിലോഡിന്റെ പേര് നിനക്ക് അറിയാമല്ലോ? അതെ, എനിക്കറിയാം, ടിയാൻഷി ബ്ലാക്ക്. ബ്ലാക്ക് കുടുംബത്തിന്റെ ഇമോർട്ടൽ ചക്രവർത്തിയുടെ പേരെന്താണ്? അത് ടിയാൻ ബ്ലാക്ക്. അതെ, ടിയാൻ ബ്ലാക്ക്. ടിയാൻ ബ്ലാക്കും ടിയാൻഷി ബ്ലാക്കും. ടിയാൻ ബ്ലാക്കിന്റെ പേര് തന്നെ ടിയാൻഷിക്ക് കിട്ടണമെങ്കിൽ അത് വെറുതെ ആകില്ലല്ലോ. ഷീ കുടുംബത്തിന്റെ ഹോളിലോഡ് ലീമാൻ ആ വാചകം പറഞ്ഞപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആ ട്രൂ സെയിന്റുകൾക്ക് മാത്രമല്ല ഈ സംഭാഷണം കേൾക്കുന്ന മറ്റാളുകൾക്കും വല്ലാത്തൊരു അമ്പരപ്പ് ഉണ്ടാകുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ ഇമോർട്ടൽ ചക്രവർത്തി ടിയാൻ ബ്ലാക്ക് ശരിക്കും ഈ ഹോളി റീജിയനിൽ ആർക്കും ചിന്തിക്കാനാവാത്ത വിധം ഔന്നത്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അയാൾ ജീവിച്ചിരിക്കെ 8 ഇമോർട്ടൽ ചക്രവർത്തിമാരെയാണ് അയാൾ കൊന്നൊടുക്കിയത്. ആ ആളിന്റെ പേര് സ്വന്തം പേരാക്കി മാറ്റിയിരിക്കുന്ന ടിയാൻഷി ആ ആളിനെ പോലെ ശക്തനാണെന്നുള്ള ഒരു ധ്വനി ലീമാന്റെ ആ ഡയലോഗിലുണ്ട്. ആളുകൾ അമ്പരപ്പോടെ ലീമാൻ പറഞ്ഞ ആ വാചകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലീമാൻ അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഫോളോ മീ. അടുത്ത നിമിഷത്തിൽ ഷീ കുടുംബത്തിന്റെ ലീമാന്റെ പുറകെ ഷീ കുടുംബത്തിലെ ആ ട്രൂ സെയിന്റുകൾ ഫോളോ ചെയ്തു തുടങ്ങി. ഇതേ സമയത്ത് തന്നെ മറ്റ് ട്രൂ സെയിന്റുകളും ആ ടീമുകളെ ഫോളോ ചെയ്തു തുടങ്ങി. അങ്ങനെ ആ ഡീമൺ റേസുമായിട്ടുള്ള സംഘർഷം അവിടെ അവസാനിക്കുകയും ചെയ്തു. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ മാർക്ക് ഫെല്ലറെയും കൊണ്ട് പറക്കുകയാണ് എമിലി ബ്ലാക്ക്. അവരുടെ ലക്ഷ്യം ആസ്ട്രൽ മൗണ്ടനാണ്. ആസ്ട്രൽ മൗണ്ടനകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് പോകാൻ കഴിയും. അതുവഴിയാണ് എല്ലാ ആളുകളും പ്രപഞ്ചത്തിന്റെ അതിർത്തി കണ്ടെത്താനായി യാത്ര തുടങ്ങുക. ഈ ഹോളി റീജിയൻ വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകാൻ മാർക്കിനും എമിലിക്കും പറ്റിയാൽ പിന്നെ ബ്ലാക്ക് കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഹോളി റീജിയൻ വിടാൻ അവർക്ക് വേറെ മാർഗമില്ല. അതല്ലെങ്കിൽ അതിശക്തമായ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് അവർ പോകണം. ഹോളി റീജിയൻ വിട്ട് ദൂരേക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ആസ്ട്രൽ മൗണ്ടനാണ്. അവിടെ നിന്ന് അതിവേഗം അവർക്ക് ഹോളി റീജിയൻ വിടാൻ പറ്റും. മാർക്ക് ഫെല്ലറുടെ അവസ്ഥ ശരിക്കും പരിതാപകരമാണ്. മാർക്ക് 8th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മാർക്കിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ഊർജവും ഏതാണ്ട് തീർന്നു എന്ന് പറയാം. മാർക്കിന്റെ അവസ്ഥ എമിലിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എമിലി മാർക്കോട് ചോദിച്ചു, മാർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എമിലി, കുഴപ്പമില്ല, ആസ്ട്രൽ മൗണ്ടനിൽ എത്തിയാൽ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. എന്തായാലും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതും അവരുടെ ആ സ്പേസ് ഷിപ്പ് ആസ്ട്രൽ മൗണ്ടന്റെ മുന്നിലെത്തി. ആ മൗണ്ടനിലേക്ക് കയറാനുള്ള വഴിയിൽ ഒരു ഗേറ്റ് ഉണ്ട്. സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്തതും
എമിലി ബ്ലാക്ക് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്കിനെ അവൾ പിടിച്ചെണീപ്പിച്ചതും മാർക്ക് ഒരു പരുവത്തിൽ എണീറ്റ് നിന്നു. മാർക്ക്, നടക്കാൻ പറ്റൂലല്ലേ? എമിലി, കുഴപ്പമില്ല, വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് എമിലിയും കൊണ്ട് ആ ഗേറ്റിന്റെ മുന്നിലെത്തി. ആ ഗേറ്റ് ശരിക്കും ഒരു ഫോർമേഷൻ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഗേറ്റാണ്. ആ ഗേറ്റ് അങ്ങനെ അങ്ങ് തുറക്കാൻ പറ്റില്ല. അത് എമിലിക്ക് അറിയാം. എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ ഗേറ്റ് നമ്മൾ എങ്ങനെ തുറക്കും? എമിലി, അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിൽ നിന്ന് പല സാധനങ്ങളും പുറത്തേക്ക് എടുത്തു. ചില ചെറിയ മുത്തുകൾ, തൂവലുകൾ, എല്ലുകൾ, അങ്ങനെ പല ഐറ്റംസും മാർക്കിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ഫോർമേഷനാക്കി വേഗം മാർക്കങ്ങ് മാറ്റി. മാർക്കിന്റെ ശരീരത്തിലെ അവസാന തുള്ളി ഊർജവും എടുത്ത് മാർക്ക് പതുക്കെ പതുക്കെ ഒരു സ്പെല്ല് പറഞ്ഞു തുടങ്ങിയാണ്. അതല്പം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഗേറ്റ് രണ്ടായി തുറക്കും. ഗേറ്റ് തുറന്നാൽ അവർക്ക് അകത്തേക്ക് കടക്കാം. ആശ്രമ മൗണ്ടിലേക്ക് കടന്നാൽ അവർക്ക് ശുദ്ധശൂന്യതയിലേക്ക് ചാടി രക്ഷപ്പെടാം. പിന്നെ അവരെ ഫോളോ ചെയ്യാൻ ആരും ശ്രമിക്കില്ല. ആ കാര്യം മാർക്കിന് നന്നായിട്ട് അറിയാം. എമിലി മാർക്കിന്റെ ആ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ശരീരത്തിലെ അവസാന തുള്ളി ഊർജവും നഷ്ടമാകുന്നത് കണ്ടതും എമിലി കുനിഞ്ഞ് മാർക്കിനടുത്തിരുന്ന് മാർക്കിന്റെ ബോഡിയിലേക്ക് അവളുടെ ബോഡിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി പതുക്കെ പതുക്കെ റിലീസ് തുടങ്ങി. മാർക്ക് സാധാരണ അസുഖം വരുന്ന ആളുകളുടെ ബോഡിയിലേക്ക് സ്പിരിച്വൽ എനർജി കയറ്റിവിട്ട് അവരുടെ അസുഖം ഭേദമാക്കാൻ ശ്രമിക്കാറുണ്ട്. ജൂ ആണെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി വളരെ അനായാസമായി അവരുടെ കയ്യിലൂടെ മറ്റുള്ള ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മിക്കവാറും എല്ലാ ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കും അത് പറ്റും. ജൂവിന് പറ്റും പോലെ പറ്റില്ല എന്ന് മാത്രം. അതുപോലെ ഇവിടെ എമിലി ബ്ലാക്കിനും അവളുടെ ശരീരത്തിൽ നിന്ന് ഊർജം മാർക്കിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവളുടെ ബോഡിയിൽ നിന്ന് മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ഊർജം കയറുന്നതുകൊണ്ട് മാർക്കിന് ആ ആക്ടിവേഷൻ പരിപാടി കുറച്ചൊന്ന് എളുപ്പമായി. സമയം അതിവേഗം നീങ്ങുകയാണ്. മാർക്കിന്റെ ആ പ്രവർത്തനം ഏതാണ്ട് ഫലത്തിലേക്ക് എത്തി. ആ ഗേറ്റ് പതുക്കെ പതുക്കെ ഒന്ന് ജ്വലിച്ചു തുടങ്ങി. ആ ഗേറ്റിൽ അനവധി കളറുകൾ പതുക്കെ പതുക്കെ തിളങ്ങുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ ആ ഗേറ്റ് തുറക്കുമെന്നുള്ള ഘട്ടം എത്തിയതും പെട്ടെന്നാണ് ആ ഗേറ്റിലേക്ക് ഒരു പ്രകാശം വന്ന് വീണത്. ആ പ്രകാശം വീണതും ആ ഗേറ്റിൽ മാർക്ക് ഘടിപ്പിച്ച മാർക്കിന്റെ ആ സാധനങ്ങളൊക്കെ തകരുകയും ചെയ്തു. ശരിക്കും മാർക്കിനെ എമിലിയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് രണ്ടാളുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ കുടുംബത്തിലെ ബാക്കിയുള്ള ആ രണ്ട് ട്രൂ സെയിന്റുകളാണ് അവിടേക്ക് വന്നത്. അത് കണ്ടതും മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. 3 ട്രൂ സെയിന്റുകളാണ് ഈ കുടുംബത്തിൽ മാർക്കിനെ അറ്റാക്ക് ചെയ്തത്. അതിൽ ഒരാളെ മാർക്ക് അവസാനിപ്പിച്ചു. ബാക്കി 2 പേരും ഇതാ അവിടെ എത്തിയിരിക്കുകയാണ്. അവരെ കണ്ടതും മാർക്കിന്റെ മുന്നിലേക്ക് എമിലി ബ്ലാക്ക് കയറി നിന്നിട്ട് അവരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ ഞങ്ങളെ ശല്യം ചെയ്യരുത്. സെയിന്റസ്, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് മാർക്കിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റൂ. ഏയ്, നിങ്ങൾ മാർക്കിനെ തൊട്ടാൽ നിങ്ങളെ ഞാൻ അവസാനിപ്പിക്കും. സെയിന്റസ് എന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് മാർക്കിനെ കൊണ്ടുപോയേ പറ്റൂ. അവര് 2 പേരും അങ്ങനെ തീർത്ത് പറഞ്ഞതും എമിലി ബ്ലാക്ക് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന സേവനത്തിന് ഉറപ്പായും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. സെയിന്റസ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് നിങ്ങൾ 2 പേരെയും ഉറപ്പായിട്ടും ബ്ലാക്ക് കുടുംബത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അത് ഞങ്ങളുടെ ദൗത്യമാണ്. ഞങ്ങൾ 9 കുടുംബം കൂടി എടുത്ത തീരുമാനമാണ് മാർക്കിനെ അവസാനിപ്പിക്കുക എന്നുള്ളത്. മാർക്കിനെ രക്ഷപ്പെടാൻ ഞങ്ങളായി സമ്മതിച്ചാൽ അത് ഉറപ്പായും ഞങ്ങളുടെ കുടുംബത്തിന് കുഴപ്പമായി മാറും. നീ കുടുംബം കൂടി ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ആ തീരുമാനം നടപ്പാക്കാൻ അവർക്കും ബാധ്യതയുണ്ടെന്ന് നീ കുടുംബത്തിലെ ആ ട്രൂ സെയിന്റുകൾ പറഞ്ഞതും എമിലി അവരോട് പറഞ്ഞു, എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് മാർക്കിനെ തൊടാൻ പറ്റൂ. അത് കേട്ടതും മാർക്ക് ഫെല്ലർ എമിലിയോട് പറഞ്ഞു, എമിലി, വിട്ടേക്ക്, എന്നെ അവർ കൊണ്ടുപോയിക്കോട്ടെ. മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ അത് പറ്റില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ മുന്നിൽ നിൽക്കുന്ന എമിലി ബ്ലാക്ക് ഒരു സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. എമിലി ആക്ടിവേറ്റ് ചെയ്ത ആ സ്പെല്ല് കണ്ട മാർക്ക് ഞെട്ടി. മാർക്ക് ഗേറ്റിനടുത്ത് ചാരി ഇരിക്കുകയാണ്. മാർക്കിന് എണീക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്താണ് മാർക്ക് ആ സ്പെല്ല് കണ്ടത്. അത് ബ്ലാക്ക് കുടുംബത്തിന്റെ ഇമ്മോർട്ടൽ ചക്രവർത്തി ടിയാൻ ബ്ലാക്കിന്റെ ഡെസ്റ്റിനി റീ ഇൻകാർണേഷൻ സീക്രട്ട് ടെക്നിക്കാണ്. 9 പ്രാവശ്യം ഒരാൾക്ക് പുനർജനിക്കാൻ കഴിയുന്ന ആ ടെക്നിക്കാണ് ഇവിടെ ഇതാ എമിലി ബ്ലാക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എമിലി ബ്ലാക്കിന്റെ 2 കൈയും ആ സ്പെല്ല് പറയുന്നതനുസരിച്ച് ചലിക്കുകയാണ്.
ആ ചലനത്തിന്റെ ഭാഗമായി ഒരു പ്രകാശം എമിലിക്ക് ചുറ്റുമായി ഉണ്ടായി വന്നു. ശരിക്കും ഗോളാകൃതിയിൽ ആ പ്രകാശം ഉണ്ടായതും ആ ഗോളത്തിനകത്ത് എമിലി ബ്ലാക്കായി. എമിലിയുടെ ആ അപൂർവമായ ടെക്നിക്ക് ആ നീ കുടുംബത്തിലെ ആ 2 ട്രൂ സെയിന്റുകളെ കണ്ടു. അവർ ഉറക്കെ എമിലിയോട് പറഞ്ഞു, സെയിന്റസ് അത് വേണ്ട, അത് വേണ്ട. എമിലി ബ്ലാക്കിനോട് നീ കുടുംബത്തിലെ ആളുകൾ അത് പറയുമ്പോൾ മാർക്കും ഉറക്കെ വിളിച്ചു പറയുകയാണ്, എമിലി അത് വേണ്ട, അത് വേണ്ട. ആ 3 പേരും 2 ദിശകളിൽ നിന്നായി അങ്ങനെ വിളിച്ചു പറയുമ്പോൾ എമിലി ബ്ലാക്കിന്റെ ചുറ്റുമുള്ള ആ ഗോളത്തിന്റെ പ്രകാശം അങ്ങ് വർദ്ധിച്ചു. അത് ശരിക്കും ഉജ്ജ്വലമായി ജ്വലിച്ചതും എമിലി അവളുടെ ആ കൈയൊന്ന് നിവർത്തി അവളുടെ നെഞ്ചിലേക്ക് ആഞ്ഞൊരു അറ്റിയാടി. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ആ കൈ അവളുടെ നെഞ്ചിലേക്ക് പതിച്ചതും അവളുടെ നെഞ്ചങ്ങ് ചിതറി. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ എമിലി കഷ്ണം കഷ്ണമായി അങ്ങ് ചിതറുകയാണ്. ശരിക്കും ആ കാഴ്ച കണ്ട ആ നീ കുടുംബത്തിലെ ആളുകൾ ശരിക്കും തരിച്ചങ്ങനെ നിൽക്കുകയാണ്. അവരങ്ങനെ തരിച്ചു നിൽക്കുമ്പോൾ ആ ഗ്ലോബ് പോലുള്ള പ്രകാശ ഗോളത്തിനകത്ത് വീണ്ടും ഒരു പുനർജനി നടക്കുകയാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അതിനകത്ത് വീണ്ടും എമിലി ബ്ലാക്ക് പ്രത്യക്ഷപ്പെട്ടു. എമിലി ഒരു തവണ പുനർജനിച്ചിരിക്കുകയാണ്. പുനർജനിച്ച എമിലിയുടെ ചുറ്റുമുള്ള ആ ഗ്ലോബിന്റെ പവർ അങ്ങ് കൂടുകയും ചെയ്തു. എമിലി ശരിക്കും ശക്തി ആർജിക്കുകയാണ്. അതിശക്തിയായി എമിലി മാറുകയാണ്. എമിലി അതിശക്തിയായി മാറുന്ന കണ്ട ആ നീ കുടുംബത്തിലെ ട്രൂ സെയിന്റുകൾ എമിലിയോട് പറഞ്ഞു, സെയിന്റസ് വേണ്ട, വേണ്ട, അത് വേണ്ട. അവരിങ്ങനെ ഉറക്കെ പറയുമ്പോൾ മാർക്ഫെല്ലർ കൈകൾ 2 കൂപ്പി എമിലിയോട് പറയുകയാണ്, എമിലി വിട്ടേക്ക്, വേണ്ട, വേണ്ട. പക്ഷെ ഈ സമയത്ത് എമിലി ബ്ലാക്ക് വീണ്ടും അവളുടെ കൈ ഒന്ന് നിവർത്തി നെഞ്ചിലേക്ക് ആഞ്ഞൊരു അറ്റിയാടി. ആ അടിയിൽ വീണ്ടും അവളുടെ നെഞ്ച് തകർന്നു. അവളുടെ ബോഡി തകർന്ന് തരിപ്പണമായി വീഴുകയാണ്. ശരിക്കും മാംസകഷ്ണങ്ങൾ ചിതർന്നത് ആ 2 നീ കുടുംബത്തിലെ ട്രൂ സെയിന്റുകൾക്കും മാർക്കിനും കാണാം. ടിയാൻ ബ്ലാക്കിന്റെ വിശ്വപ്രസിദ്ധമായ റീജനറേഷൻ ടെക്നിക്കാണ് അവിടെ എമിലി ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. പുനർജന്മത്തിന്റെ ആ ടെക്നിക്ക് അവൾ ഇതാ 2ാമതും ആക്ടിവേറ്റ് ചെയ്തതും കഷ്ണം കഷ്ണമായി ചിതറിയ എമിലി പതുക്കെ പതുക്കെ വീണ്ടും പുനർജനിക്കുകയാണ്. ശരിക്കും ഈ സമയത്ത് എമിലിക്ക് ചുറ്റുമുള്ള ആ ഗ്ലോബിന്റെ ശക്തി വൻതോതിൽ കൂടിയിരിക്കുകയാണ്. അതിശക്തമായ പ്രഷർ നേരെ എതിരെ നിൽക്കുന്ന ആ നീ കുടുംബത്തിലെ ട്രൂ സെയിന്റുകൾക്ക് അനുഭവപ്പെടുകയാണ്. എമിലി ബ്ലാക്ക് അവളുടെ കുടുംബത്തിൽ അവൾക്കും അവളുടെ ആ ഫാമിലി ഹെഡിനും മാത്രം അറിയാവുന്ന ആ റീജനറേഷൻ ടെക്നിക്കാണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. എമിലിക്ക് ശരിക്കും വട്ടായതുപോലെ ഒരു മാഡ്നസ്, ഒരു ഭ്രാന്ത് അവൾ ദൃശ്യമാണ്. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി വേണ്ട. 9 തവണ ആ റീജനറേഷൻ പൂർത്തീകരിച്ചിട്ടും ലക്ഷ്യം സാധിക്കാതെ വന്നാൽ ആ ആള് അവസാനിക്കും. അത് മാർക്കിന് അറിയാം. മാർക്ക് അതുകൊണ്ടാണ് എമിലിയെ തടുക്കുന്നത്. 3ാമതും ആ ബോഡി തകർക്കാനായി എമിലി കൈയൊന്നുയർത്തിയ ആ നിമിഷത്തിൽ ഒരു പ്രകാശം എമിലിയുടെ പുറത്തു വന്ന് വീണു. അതിശക്തമായ പ്രകാശം ആ ഗ്ലോബിനെ തകർത്തുകൊണ്ട് എമിലി ബ്ലാക്കിനെ പെട്ടെന്ന് വലിച്ചെടുക്കുകയായിരുന്നു. അമ്പരന്ന് പോയ മാർക്ഫെല്ലറും എമിലിയും ഇപ്പോൾ ആ കാഴ്ച കണ്ടു. എമിലി ബ്ലാക്ക് സാക്ഷാൽ ടിയാൻഷി ബ്ലാക്കിന്റെ കയ്യിലാണ്. ടിയാൻഷി ബ്ലാക്ക് എമിലി അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അവളെ പിടിച്ചിരിക്കുന്ന ഹോളി ലോഡിനോടായി എമിലി ബ്ലാക്ക് പറഞ്ഞു, എന്നെ വിട്, എന്നെ വിട്. അങ്ങനെ എമിലി പറഞ്ഞപ്പോൾ ടിയാൻഷി എമിലി അയാൾക്കൊപ്പമുള്ള 2 ട്രൂ സെയിന്റുകളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞു. അവര് എമിലി പിടിച്ചു. എമിലി ശരിക്കും ബന്ധിതയായിരിക്കുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ നിമിഷത്തിൽ ടിയാൻഷി ബ്ലാക്ക് നടന്ന് മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാക്ഷാൽ ലീമാനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് ട്രൂ സെയിന്റുകൾ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ടിയാൻഷി ബ്ലാക്ക് ലീമാനെ കണ്ടതും ഒന്ന് പുറകോട്ട് മാറി. മാർക്കിനെ അവസാനിപ്പിക്കാനുള്ള ചുമതല ടിയാൻഷി ബ്ലാക്ക് സ്വയം വേണ്ടെന്ന് വെക്കുകയാണ്. അത് ലീമാനും കൂട്ടർക്കുമായി വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തം. ലീമാൻ മാർക്കിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഹേയ് മാർക്ഫെല്ലർ, നിന്റെ ഈ ധൈര്യം ശരിക്കും എന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലീമാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങ് ചെയ്. മാർക്ഫെല്ലർ ആ നിമിഷത്തിലും പറയാൻ ആഗ്രഹിച്ച ഡയലോഗ് അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു. അത് കേട്ടതും ലീമാൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നിന്നെ കൊന്നിട്ട് നിന്റെ കയ്യിലുള്ള ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ എടുക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലീമാൻ, നീ എന്നെ കൊന്നാലും അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ മാർക്കിനൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അത് കേട്ടപ്പോൾ ലീമാന് മനസ്സിലായി. ലീമാൻ തിരിഞ്ഞ് ടിയാൻഷി ബ്ലാക്കിനെ ഒന്ന് നോക്കി. ടിയാൻഷിയുടെ ഒരു അനുവാദത്തിന് വേണ്ടിയാണ് തിരിഞ്ഞ് ടിയാൻഷി നോക്കിയത്. ടിയാൻഷി ലീമാനോട് പറഞ്ഞു, അവൻ പറഞ്ഞത് ശരിയായിരിക്കും. അവന്റെ കയ്യിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, അത് കൊണ്ടു നടക്കാൻ അവൻ തയ്യാറാകാനുള്ള സാധ്യതയുമില്ല.
അവൻ അത് എവിടെയെങ്കിലും രഹസ്യമായി ഒളിപ്പിച്ചു കാണുമെന്ന് ടിയാൻഷി പറയാതെ പറയുകയാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം അവൻ അത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. അത് തണ്ടർ കോർട്ട്യാർഡിലായിരിക്കും. പെട്ടെന്ന് ലീമാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതെന്തുമാവട്ടെ, ഇപ്പോ ഞങ്ങളുടെ മുന്നിൽ അതൊരു വിഷയമല്ല. ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം നീ മാത്രമാണ്. നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ലീമാൻ പറഞ്ഞതും ആ ലീമാന്റെ മുന്നിലേക്ക് ശുദ്ധ ശൂന്യതയിൽ നിന്നോളം ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് സാക്ഷാൽ ഡീൻലിയാണ്. ഡീൻലി മാർക്കിന്റെ തൊട്ടു മുന്നിലുണ്ട്. ഏയ് ലീമാൻ, ഇത് അത്ര ശരിയായ പരിപാടിയല്ലല്ലോ. നീയും നിന്റെ കൂടെയുള്ള ഈ 10 ട്രൂ സെയിന്റുകളും ചേർന്ന് ഒരു കൊച്ചു പയ്യൻസിനെ വെറുതെ അങ്ങ് ശല്യം ചെയ്യുകയാണല്ലോ. എന്താ കയ്യൂക്ക് എണിക്കുകയാണോ? ഡീൻലി പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടതും സകല ട്രൂ സെയിന്റുകൾക്കും ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു. ലീമാൻ ഡീൻലി ഒന്ന് നോക്കിയിട്ട് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഞങ്ങൾക്ക് മാർക്കിനെ വേണം. ഏയ് ലീമാൻ, ഞാൻ നേരത്തെ അത് വ്യക്തമാക്കിയതാണ്. മാർക്ക് തണ്ടർ കോർട്ട്യാർഡിന്റെ ഭാഗമാണ്. തണ്ടർ കോർട്ട്യാർഡിലെ ഒരാളെ തൊട്ടാൽ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനാവില്ല. ഡീൻലി, മാർക്കിന് വേണ്ടി നിങ്ങൾ ഏത് അളവൂരും പോകുമെന്നാണല്ലോ പറയുന്നത്. അതെ ലീമാൻ, ഞാൻ ഏത് അളവൂരും പോകും. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നമുക്കൊന്ന് കാണാം. ഡീൻലി, നിങ്ങൾ ഒരു കാര്യം മറന്നുപോകുന്നു. ഇത് തണ്ടർ കോർട്ട്യാർഡ് അല്ല. ഇവിടെ തണ്ടർ കോർട്ട്യാർഡിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ ഈ 10 ട്രൂ സെയിന്റുകളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുമില്ല. മാർക്കിനെ നേരത്തെ ഒരു തവണ ആ ഡ്രാഗൺ ഗുഹയ്ക്ക് മുന്നിൽ നിന്ന് ഡീൻലി രക്ഷിക്കുമ്പോൾ അന്ന് മാർക്കിനെ എതിരിടാൻ വന്ന ട്രൂ സെയിന്റുകളല്ല ഇപ്പോൾ ഉള്ള ട്രൂ സെയിന്റുകൾ. ഇവർ അതിശക്തരാണ്. അന്ന് ഷീ കുടുംബത്തിലെ ക്യുൻജിങ് ആണ് ആ അറ്റാക്കിന് നേതൃത്വം കൊടുത്തത്. ക്യുൻജിങ് അല്ല ലീമാൻ. ലീമാൻ ശരിക്കും പവർഫുൾ ആണ്. ലീമാൻ ഡീൻലിയെ പോലെ പവർഫുൾ ആണ്. ഡീൻലി ഒരു ഭാഗത്തും മറ്റ് ആളുകൾ മറുഭാഗത്തുമായി ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയതും മാർക്ക് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഇത് വേണ്ട, വെറുതെ അവരുമായി ഉടക്കണ്ട, എന്നെ അവർക്ക് വിട്ടുകൊടുത്തേക്ക്. മാർക്ക്, നീ മിണ്ടാതിരിക്കെ. നിന്നെ വിട്ടുകൊടുക്കണമോ വേണ്ടിയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ട് ഡീൻലി അയാളുടെ ഓറ റിലീസ് ചെയ്തു. ശരിക്കും ഒരു ഫൈറ്റിന്റെ എല്ലാ ലക്ഷണങ്ങളും ആരംഭിക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു യുദ്ധം അവിടെ ആരംഭിച്ചു എന്ന് പറയാം. എമിലി ബ്ലാക്ക് വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് ശരിക്കും ഈ സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്. കുറച്ച് സമയം കൂടി അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ രണ്ടുപേരും എന്നേക്കുമായി ഹോളി റീജിയനിൽ നിന്ന് രക്ഷപ്പെട്ടനെ. അതിനു മുന്നേ ആ നീ കുടുംബത്തിലെ ആ ട്രൂ സെയിന്റുകൾ അവിടേക്ക് വന്നതുകൊണ്ടാണ് അവരുടെ പദ്ധതി പൊളിഞ്ഞുപോയത്. ഡീൻലി തന്റെ ഓറ റിലീസ് ചെയ്തതും ലീമാനും ഓറ റിലീസ് ചെയ്തു. ലീമാൻ മാത്രമല്ല, ആ 10 ട്രൂ സെയിന്റുകളും അവരുടെ ഓറ റിലീസ് ചെയ്തു. ശരിക്കും പിന്നീട് അവിടെ നടന്നത് ശക്തമായ ഒരു പോരാട്ടമാണ്. ഡീൻലി അതിശക്തനാണ്. അതിശക്തമായ ഡീൻലിയുടെ മാജിക്കൽ സ്പെല്ലുകൾ ആ ട്രൂ സെയിന്റുകൾക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായി. പക്ഷെ ക്രമേണ ആ 11 ടീമിന് ഒരു മേൽക്കോയ്മ ലഭിച്ചു തുടങ്ങി. സ്വാഭാവികമായിട്ടും അത് മാർക്കും എമിലിയും ഒക്കെ കാണുന്നുണ്ട്. എമിലിയെ ഈ നിമിഷത്തിലും ബ്ലാക്ക് കുടുംബത്തിലെ ട്രൂ സെയിന്റുകൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. മാർക്കാണെങ്കിൽ എണീക്കാൻ കഴിയാതെ ആ ഗേറ്റിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഡീൻലി ആകാശത്താണ്, അതുപോലെ ലീമാനും ബാക്കിയുള്ള ട്രൂ സെയിന്റുകളും. ശരിക്കും ആകാശത്ത് ആ ട്രൂ സെയിന്റുകൾ തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ അവരുടെ അതിശക്തമായ ആ എനർജി കൊണ്ടുള്ള ഏറ്റുമുട്ടലിൽ പ്രശ്നമുണ്ടാകുന്നത് ചുറ്റുമുള്ള മലനിരകൾക്കാണ്. സകലതും തവിട പൊടിയാകുകയാണ്. തറയൊക്കെ വിണ്ടു കീറുകയാണ്. മാർക്കിന് ചുറ്റും ഊജിയുടെ ആ മാജിക്കൽ ഡ്രസ് ഉള്ളതുകൊണ്ട് മാർക്കിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്ന് മാത്രം. എമിലി ബ്ലാക്കിനും അതുപോലെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ലാതെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ പല മേഖലയിൽ നിന്നും ആളുകളെ അവിടേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ആകാശത്ത് നടക്കുന്ന ആ യുദ്ധം ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാന്ത്രിക സ്പെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ യുദ്ധം ഒരു പരുവത്തിലേക്ക് കടന്നതും ആ 11 ട്രൂ സെയിന്റുകളിൽ ചേർന്ന് ഒരു ബാരിയർ പെട്ടെന്ന് ഡീൻലിക്ക് ചുറ്റും ഉണ്ടാക്കി. ശരിക്കും ഒരു വൃത്താകൃതിയുള്ള മതില് ഡീൻലിയുടെ ചുറ്റും ഉണ്ടാക്കിയതാണ്. അവരുടെ ആ 11 പേരുടെയും കൈകൾ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവര് ഒരു എനർജി ബാരിയർ ഉണ്ടാക്കിയതും ഡീൻലി ആ ബാരിയറിന്റെ അകത്ത് പെട്ടു. ഡീൻലി ശക്തനാണ്. പക്ഷേ ഡീൻലിയെ പോലെ ശക്തിയുള്ള 11 ആളുകൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് ഒരു വല്ലാത്ത പവറാണ്. ഡീൻലി പെട്ടെന്ന് കണ്ണുകളൊന്ന് അടച്ചു. അടുത്ത നിമിഷത്തിൽ ഡീൻലിയുടെ മുൻപിലായി 3 സുവർണ്ണ നിറത്തുള്ള താമരകൾ പ്രത്യക്ഷപ്പെട്ടു. ആ താമരകൾ ഡീൻലിയുടെ ബോഡിയിൽ പ്രത്യക്ഷപ്പെട്ടതും ഡീൻലി ഒന്ന് മുകളിലോട്ട് കുതിച്ച് ഡീൻലിയുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്നാണ് മിന്നലുകൾ ടൺ കണക്കിന് താഴേക്ക് പെയ്തിറങ്ങിയത്. എന്തുകൊണ്ട് ഡീൻലിയുടെ സ്ഥാപനത്തെ തണ്ടർ കോർട്ട്യാർഡ് എന്ന് വിളിക്കുന്നു എന്നതിന്റെ
ഉത്തരം ആ നിമിഷത്തിൽ ആ കാഴ്ച കാണുന്ന സകലർക്ക് ലഭിക്കുകയാണ്. ആയിരക്കണക്കിന് മിന്നലുകൾ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഡീൻ ലീയിൽ നിന്ന് താഴേക്ക് പ്രവഹിച്ചു തുടങ്ങി. എല്ലാ ദിശകളിലേക്കും മിന്നലിന്റെ ഒരു പാച്ചിൽ. ആ മിന്നലുകളുമായി ഡീൻ ലീ മുന്നോട്ട് കുതിച്ചപ്പോൾ അതിശക്തമായി ഒരു മതിലുണ്ടാക്കിയിരിക്കുന്ന ആ ട്രൂ സെന്റികളുടെ നേരെ ഡീൻ ലീ പാഞ്ഞു വരികയാണ്. ഡീൻ ലീ പാഞ്ഞു വരുമ്പോൾ ഡീൻ ലീയുടെ ദേഹത്ത് നിന്ന് മിന്നലുകൾ ഇങ്ങനെ മുന്നോട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടൺ കണക്കിന് ഭാരമുള്ള, ടൺ കണക്കിന് പ്രകാശമുള്ള ആ മിന്നലുകൾ ആ മതിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുമ്പോൾ സർവ്വശക്തിയും എടുത്ത് അതിനെ തടുക്കാൻ ശ്രമിക്കുകയാണ് ആ ട്രൂ സെന്റുകൾ. ആ ട്രൂ സെന്റുകളുടെ നേരെ പാഞ്ഞു വരുന്ന ഡീൻ ലീയുടെ ആ മിന്നലുകൾ നിമിഷ നേരം കൊണ്ട് 3 ട്രൂ സെന്റുകളെ കൊന്നൊടുക്കി. ശരിക്കും ആ ട്രൂ സെന്റുകളുടെ പുറത്തുകൂടി ഒരു ട്രെയിൻ കയറിപ്പോയതുപോലെ ആ മിന്നലുകൾ അങ്ങനെ പാഞ്ഞു കയറിയതും പെട്ടെന്ന് അവിടെ ഒരു നിശബ്ദത രൂപം കൊണ്ടു. ഇപ്പോൾ ലീമാനും 7 ട്രൂ സെന്റുകളുമാണ് അവശേഷിക്കുന്നത്. ഒരു ശൂന്യത സകലർക്കും അനുഭവപ്പെട്ടു തുടങ്ങി. അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് അവർ ഏതാനും മിനിറ്റുകൾ നേരെ കണ്ടത്. ആയിരക്കണക്കിന് മിന്നലുകളാണ് ഈ നിമിഷത്തിൽ ഡീൻ ലീ ആ ട്രൂ സെന്റുകൾക്ക് നേരെ തൊടുത്തത്. പക്ഷേ ഡീൻ ലീ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ട്. മാർക്കിന്റെ ശൈലിയിൽ മുഴുവൻ ഊർജത്തെയും കത്തിച്ചിട്ടാണ് ഡീൻ ലീ ആ അറ്റാക്ക് നടത്തിയത്. അതൊരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ലക്ഷണമാണ്. ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്ന സമയത്താണ് സാധാരണഗതിയിൽ ഒരാൾ അങ്ങനെ ഉപയോഗിക്കുക. മാർക്കിനും അത് മനസ്സിലായി. മാർക്ക് ഡീൻ ലീയോട് പറഞ്ഞു, ഡീൻ ലീ വേണ്ട, വിട്ടേക്ക്. ഈ നിമിഷത്തിൽ 2 കൈകളും ലീമാൻ പുറകിലേക്ക് കെട്ടി. അയാളുടെ ഇടതുവശത്തും വലതുവശത്തുമായി ബാക്കി ആ ട്രൂ സെന്റുകൾ നിൽക്കുകയാണ്. ലീമാൻ മുന്നിലുള്ള ഡീൻ ലീയോട് പറഞ്ഞു, ഡീൻ ലീ, നിന്റെ താണ്ഡവം ഞങ്ങൾ കണ്ടു. ഒരിക്കൽ കൂടി ആ താണ്ഡവം നടത്താൻ നിനക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് എനിക്കറിയാം. ഡീൻ ലീ, നീ ഇവിടെ അവസാനിക്കുകയാണ്. ഹോളി റീജൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തണ്ടർ കോർട്ട്യാർഡിന്റെ ദ ഒണാൻറ്റുള്ളി ഡീൻ ലീ ആണ് അവിടെ ഇതാ തികച്ചും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത്. ഡീൻ ലീ ഈ ഒരു സ്റ്റേജ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് ഡീൻ ലീ നടത്തിയനെ. അതിനുവേണ്ടിയുള്ള മാജിക്കൽ ആയുധങ്ങൾ ഡീൻ ലീ കൊണ്ടുവന്നനെ. പക്ഷെ അതൊന്നും ഇല്ലാതെയാണ് ഡീൻ ലീ യഥാർത്ഥത്തിൽ അവിടെ എത്തിയത്. ഡീൻ ലീ ശരിക്കും ഡിഫൻസിലാണ്. ഡീൻ ലീ അത് പുറത്തു കാണിക്കാതെ മുന്നിൽ നിൽക്കുന്ന ആ 8 പേരെ നോക്കി അവരോട് പറഞ്ഞു, ഓക്കെ, പക്ഷേ നിങ്ങളിൽ 2-3 പേരെ കൂടി ഞാനങ്ങ് കൊല്ലും. ആ 8 പേരെയും കൊല്ലാൻ ഡീൻ ലീക്ക് പറ്റിയില്ലെങ്കിലും ബാലൻസ് ഉള്ള ആ 8 ട്രൂ സെന്റുകളിൽ 2-3 പേരെ അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഡീൻ ലീ പറഞ്ഞതും ലീമാൻ ഒന്ന് ചിരിച്ചു. ഏയ് ഡീൻ ലീ, നീ എത്ര വിചാരിച്ചാലും എന്നെ തൊടാൻ നിനക്കാവില്ല. ലീമാൻ, അതങ്ങ് ഉറപ്പിച്ച് പറയാൻ വരട്ടെ, നമുക്ക് നോക്കാം. ഡീൻ ലീ അങ്ങനെ പറയുമ്പോഴും ഡീൻ ലീക്ക് ആ നിമിഷത്തിലും ഒരു കാര്യം ഉറപ്പാണ്, പിടിച്ചു നിൽക്കാൻ പാടാണ്. അങ്ങനെ ഡീൻ ലീയുടെ മനസ്സിൽ തോന്നിയ ആ നിമിഷത്തിൽ ഒരു കൈ ഡീൻ ലീയുടെ മുതുകിലൊന്ന് തൊട്ടു. വളരെ ശാന്തമായിട്ട് ആ കൈ തോളൊന്ന് തട്ടിയെന്ന് പറയാം. ശരിക്കും ആ കൈയുടെ ഉടമ എപ്പോ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഡീൻ ലീക്ക് പോലും അറിയില്ല. പുറകെ തട്ടിയ ആ കൈ ഡീൻ ലീയോട് പറയുകയും ചെയ്തു, ഇനി ഞാൻ നോക്കാം. ഡീൻ ലീ, നിങ്ങൾ റെസ്റ്റ് ചെയ്യും. ആ ശബ്ദം കേട്ടതും ഡീൻ ലീ സന്തോഷത്തോടെ തിരിഞ്ഞു. ആ ശബ്ദം ഡീൻ ലീക്ക് നല്ല പരിചയമുള്ളതാണ്. ഡീൻ ലീയുടെ തൊട്ടു പുറകെ ശരിക്കും പ്രായമുള്ള ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അത് സാക്ഷാൽ ഫ്ലവർ ഗ്രാനിയാണ്. പണ്ട് ലോക സുന്ദരി എന്ന് എല്ലാവരും വിളിച്ചിരുന്ന ആ ഫ്ലവർ ഗ്രാനി ഇപ്പോൾ തികഞ്ഞ വൃദ്ധയാണ്. അവരുടെ ബോഡി മുഴുവൻ ശരിക്കും ചുളോട് വീണിട്ടുണ്ട്. അവരാണ് അവിടെ നിൽക്കുന്നത്. ഫ്ലവർ ഗ്രാനിയെ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് ഡീൻ ലീ ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, ഫ്ലവർ ഗ്രാനി, നിങ്ങൾ സമയത്തെത്തി. അങ്ങനെ പറഞ്ഞിട്ട് ഡീൻ ലീ അവരെ മറികടന്ന് നേരെ മാർക്കിനടുത്തേക്ക് വന്നു. മാർക്കിനടുത്തേക്ക് വന്ന ഡീൻ ലീ കൂളായി മാർക്കിനടുത്ത് അങ്ങ് ഇരിക്കുകയും ചെയ്തു. ഡീൻ ലീ പെട്ടെന്ന് ആ യുദ്ധക്കളത്തിൽ നിന്ന് മാർക്കിനടുത്തേക്ക് മടങ്ങി വന്ന് മാർക്കിനടുത്ത് ഇരുന്നപ്പോൾ മാർക്കിന് വല്ലാത്ത അതിശയം. മാർക്കും ഫ്ലവർ ഗ്രാനിയെ കണ്ടായിരുന്നു. ഡീൻ ലീ, ഫ്ലവർ ഗ്രാനിക്ക് ഏയ് മാർക്ക്, കാണാൻ പോണ പൂരം നമ്മൾ പറഞ്ഞറിയിക്കണ്ടല്ലോ. അങ്ങനെ മാർക്കിനോട് പറഞ്ഞിട്ട് ഡീൻ ലീ മാർക്കിനെ പോലെ ആ ഗേറ്റിലേക്ക് ചാരി ഇരിക്കുകയാണ്. ഡീൻ ലീയുടെ ആ ശബ്ദത്തിലെ കോൺഫിഡൻസ് മാർക്ക് ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ മാർക്കിനൊരു ആവേശം. ഡീൻ ലീക്ക് പകരം ഒരു പ്രായമുള്ള സ്ത്രീയെ കണ്ടതും മുന്നിലുള്ള ട്രൂ സെന്റുകൾ വല്ലാത്തൊരു അമ്പരപ്പോടെ ആ സ്ത്രീയെ നോക്കുമ്പോൾ മുന്നിലേക്ക് ഓടിയെത്തിയത് സാക്ഷാൽ ടിയാൻഷിയാണ്. ടിയാൻഷി ആ സ്ത്രീയെ കണ്ട് കൈകൾ കൂപ്പി, ഫ്ലവർ ഗ്രാനി വണക്കം, ഞാൻ ടിയാൻഷി ബ്ലാക്ക്. അവര് ആ വണക്കത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ആ നിമിഷത്തിൽ ലീമാനും മുന്നോട്ട് വന്ന് കൈകൾ കൂപ്പി, ഫ്ലവർ ഗ്രാനി, ഞാൻ ലീമാൻ, ഷീ കുടുംബത്തിലെ. അങ്ങനെ അവർ രണ്ടുപേരും കൈകൾ കൂപ്പിയതും ബാക്കി ട്രൂ സെന്റുകളും അറിയാതെ കൈകൾ കൂപ്പി പോവുകയാണ്. എല്ലാവരും കൈകൾ കൂപ്പിയതും ടിയാൻഷി ബ്ലാക്ക് ഫ്ലവർ ഗ്രാനിയോട് ചോദിച്ചു, ഫ്ലവർ ഗ്രാനി, അങ്ങെന്താ ഇവിടേക്ക് വന്നത്? ആ ചോദ്യത്തിന് ഫ്ലവർ ഗ്രാനി മറുപടി പറയാതെ ഡീൻ ലീ ഒന്ന് നോക്കി. അത് കണ്ടതും
ടിയാൻഷി ബ്ലാക്ക് ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഡീൻലിയെ അറ്റാക്ക് ചെയ്യാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. യാദൃശ്യവശാൽ അത് സംഭവിച്ചു പോയതാണ്. ഞങ്ങളുടെ ലക്ഷ്യം മാർക്ക് മാത്രമാണ്. ടിയാൻഷി ബ്ലാക്ക് പറഞ്ഞതിന്റെ ബാലൻസ് പറഞ്ഞത് ലീമാനാണ്. ലീമാൻ ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, ഫ്ലവർ ഗ്രാനി, ദയവായി ഈ വിഷയത്തിൽ ഇടപെടരുത്. ഞങ്ങൾക്ക് മാർക്കിനെ കൊണ്ടുപോയേ പറ്റൂ. മാർക്കിനെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെ ലീമാൻ പറഞ്ഞതും ഫ്ലവർ ഗ്രാനി അവരോടായി പറഞ്ഞു, നോക്ക്, ഞാൻ തണ്ടർ കോർട്ട്യാർഡിലെ അംഗമാണ്. തണ്ടർ കോർട്ട്യാർഡിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കൂട്ടായിട്ട് ഇടപെടും. ആ വാക്കുകളിൽ എല്ലാം ഉണ്ട്. ഡയലോഗ്സിലൊന്നും ഒരു അർത്ഥവുമില്ല. ഫ്ലവർ ഗ്രാനി ഡീൻലിയെയും മാർക്കിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അത് ആ വാക്കുകളിൽ വ്യക്തമാണ്. അത് കേട്ടതും ലീമാൻ ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, ഏയ് ഫ്ലവർ ഗ്രാനി, നിങ്ങൾ പണ്ട് ശക്തിയായിരുന്നു എന്നുള്ള കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കാർക്കും ആ ശക്തി നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോ ആ ശക്തിയൊക്കെ വെറും കഥകൾ മാത്രമാണ്. ഫ്ലവർ ഗ്രാനി, ഞാൻ പറയുന്നതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. ഫ്ലവർ ഗ്രാനി പണ്ട് വലിയ സംഭവമായിരുന്നു. ആ സംഭവത്തിന്റെ പേരിൽ ഇപ്പോ ലീമാനോടും കൂട്ടരോടും ഉടക്കാൻ നിന്നാൽ ഫ്ലവർ ഗ്രാനിക്ക് ജീവനോട് തിരിച്ചു പോകാൻ കഴിയില്ല എന്നാണ് ലീമാൻ പറയുന്നതിന്റെ അർത്ഥം. ഫ്ലവർ ഗ്രാനി ഒന്നും മിണ്ടാതെ കൈകൾ പതുക്കെ പുറകിലോട്ട് കെട്ടി. ശരിക്കും ഒരു ശാന്തയായ പ്രായമുള്ള ഒരു സ്ത്രീ, അങ്ങനെ നമുക്ക് ഫ്ലവർ ഗ്രാനിയെ ആ നിമിഷത്തിൽ വിളിക്കാൻ പറ്റും. അവർ ഒന്നും മിണ്ടാതെ ലീമാനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലീമാന്റെ കൈകൾ ഒന്ന് കുടഞ്ഞു. ആ നിമിഷത്തിൽ ടിയാൻഷി ബ്ലാക്ക് പുറകോട്ട് മാറി. എൻറ്റയർ ടൂ സെന്റുകളും അതുപോലെ പുറകോട്ട് മാറി. ലീമാൻ പെട്ടെന്നാണ് അയാളുടെ വിശ്വപ്രസിദ്ധമായ ഒരു മാന്ത്രിക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തത്. അയാളുടെ ഡീൻലിയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉപയോഗിക്കാത്ത സ്പെല്ല് അയാൾ പുറത്തെടുക്കുകയാണ്. ഡീൻലിയേക്കാൾ ശക്തിയുണ്ട് ഫ്ലവർ ഗ്രാനിക്കെന്ന് ആ സ്പെല്ല് ആക്ടിവേഷൻ ചെയ്യുന്ന കണ്ട ഏവർക്കും മനസ്സിലാവും. അയാളുടെ കൈകളൊന്ന് ചലിച്ചതും ശരിക്കും അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശ ബീം ആകാശത്തേക്ക് കുതിച്ചു പാഞ്ഞു. അയാൾക്ക് മുന്നിൽ അതിശക്തമായ ഒരു ബീം ഉണ്ടായതും ആ ബീം ആകാശത്ത് അനവധി നക്ഷത്രങ്ങളായി മാറി. ആ നക്ഷത്രങ്ങളിൽ നിന്ന് ശക്തമായ പ്രകാശം മിന്നലുകൾ പോലെ അതിവേഗം ഫ്ലവർ ഗ്രാനിക്കെതിരെ പാഞ്ഞു വന്നു തുടങ്ങി. ശരിക്കും ഈ നിമിഷത്തിൽ ലീമാൻ രണ്ട് കൈകൾ കൊണ്ട് ആ പ്രകാശത്തെ നിയന്ത്രിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന പ്രകാശം അതുപോലെ മിന്നലുകളായി താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. സകല ആളുകളും നെഞ്ചിടിപ്പോടെ ആ കാഴ്ചയിലേക്ക് അങ്ങ് നോക്കി നിൽക്കുമ്പോൾ ഫ്ലവർ ഗ്രാനി പുറകിൽ കെട്ടിരിക്കുന്ന കൈ ഒന്ന് അയച്ച് കൈ പുറത്തേക്കെടുത്ത് വായുവിൽ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു. ശരിക്കും അവരൊരു പാറ്റേൺ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതിശക്തമായ മിന്നൽ ആകാശത്ത് നിന്ന് അവർക്ക് തന്നെ ഇങ്ങനെ പാഞ്ഞു വരുമ്പോഴാണ് അവർ കൈ കൊണ്ട് ഒരു പാറ്റേൺ ഇങ്ങനെ വരച്ചത്. ആ പാറ്റേൺ വരച്ചു തീർന്നതും അവർക്ക് നേരെ പാഞ്ഞു വന്ന മിന്നൽ ആ പാറ്റേണിൽ ശരിക്കും അങ്ങ് അപ്രത്യക്ഷമായി. ആ പാറ്റേണിൽ ആ മിന്നൽ അപ്രത്യക്ഷമായെന്ന് മാത്രമല്ല, ആ മിന്നൽ തുടങ്ങിയ സ്ഥലം വരെ ഇപ്പോൾ കാണാനില്ല. എന്ന് പറഞ്ഞാൽ ആ മിന്നൽ വീണ സ്ഥലത്തുനിന്ന് ആകാശത്തിലേക്കും ആകാശത്തു നിന്ന് ലീമാനിലേക്കുമുള്ള ആ ട്രജക്ടറി പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ എൻ്റെ സംവിധാനവും ഫ്ലവർ ഗ്രാനി ഏതാണ്ട് തുടച്ചു മാറ്റിയെന്ന് പറയാം. ഈ കാഴ്ച കണ്ട ലീമാൻ പെട്ടെന്ന് തറയിൽ മുട്ടുകുത്തി ഫ്ലവർ ഗ്രാനിയെ നോക്കി തൊഴുതുകൊണ്ട് ലീമാൻ ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു നൽകിയതിൽ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ബാക്കി ആർക്കും മനസ്സിലാവുന്നില്ല. ലീമാൻ പെട്ടെന്ന് മുട്ടുകുത്തി ഫ്ലവർ ഗ്രാനിയോട് മാപ്പപേക്ഷിക്കുകയാണ്. അത് കണ്ടതും ഫ്ലവർ ഗ്രാനി ലീമാനോട് പറഞ്ഞു, എല്ലാം ഊർജമാണ് വസ്തുക്കളാവുന്നത്, വസ്തുക്കളാണ് വ്യക്തികളാകുന്നത്. വ്യക്തികൾക്ക് പരിക്ക് പറ്റുമ്പോൾ വേദന ഉണ്ടാവും. എന്നാൽ ആ വ്യക്തി ഊർജമായി മാറിയാൽ പിന്നെ ഒന്നും വിഷയമല്ല. ശരിക്കും പ്രപഞ്ചത്തിന്റെ ഒരു സത്യത്തെ ഫ്ലവർ ഗ്രാനി അവിടെ റിവീൽ ചെയ്തതാണ്, വ്യക്തമാക്കിയതാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എന്തും ഊർജമാണ്. മനുഷ്യനായിട്ടും മൃഗങ്ങളായിട്ടും ചെടികളായിട്ടും കല്ലായിട്ടും പ്രകാശമായിട്ടും ശബ്ദമായിട്ടും കാണുന്ന എല്ലാ ഊർജമാണ്. എന്ത് ഊർജമാണ്. ഊർജത്തിന് വേദനയില്ല എന്നതാണ് സത്യം. ഊർജത്തിന് ഫ്രാക്ചറും ഉണ്ടാവില്ല, ഊർജം പൊട്ടാറുമില്ല. ഊർജം മാത്രമാണ്. ഇവിടെ ഫ്ലവർ ഗ്രാനി ശരിക്കും ആ മിന്നൽ ഉൾപ്പെടെ എല്ലാ സംവിധാനത്തെയും വെറും ഊർജമായി കണ്ട് അതിനെ പതുക്കെങ്ങ് തുടച്ചു മാറ്റിയതാണ്. ആ ഊർജത്തെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ വേറെ ഒന്നിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഫ്ലവർ ഗ്രാനി പറയാതെ പറയുകയാണ്. ആ കാഴ്ച കണ്ടതും ടിയാൻഷി ബ്ലാക്ക് ഫ്ലവർ ഗ്രാനിയോട് ചോദിച്ചു, ഫ്ലവർ ഗ്രാനി, നമുക്ക് ഒരു നെഗോഷിയേഷൻ ആയാലും? അങ്ങനെ ടിയാൻഷി ചോദിച്ചതും ഫ്ലവർ ഗ്രാനി തിരിഞ്ഞ് ഡീൻലിയെ നോക്കി. ഡീൻലി ഉടൻ ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, ഓക്കെ. ഡീൻലിയുടെ അനുവാദം കിട്ടിയതും ടിയാൻഷി ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു,
3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ബ്ലോസം ഐലൻഡിൽ ഒരു നെഗോഷിയേഷൻ ചർച്ച നടത്താം. അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ടിയാൻഷി ബ്ലാക്ക് പറഞ്ഞതും ഫ്ലോർ ഗ്രാനി നടന്ന് ഡീൻലിയുടെ അടുത്തേക്ക് എത്തി. ഡീൻലിയും മാർക്കും ഫ്ലോർ ഗ്രാനിയുടെ കയ്യിൽ പിടിച്ച് എണീറ്റതും അവർ മൂവരും പതുക്കെ മൂവ് തുടങ്ങി. മൂവ് ചെയ്യുന്ന സമയത്ത് മാർക്ക് ഫെല്ലറുടെ കണ്ണുകൾ എമിലി ബ്ലാക്കിന്റെ കണ്ണുകളുമായി ഒന്നിടഞ്ഞു. മാർക്കും എമിലിയും ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ആ ദിവസം ഇന്നായിരുന്നു. പക്ഷേ അവരുടെ ഉദ്ദേശം മാത്രം നടന്നില്ല. 3 ദിവസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന ആ അനുരഞ്ജന ചർച്ചയിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. മാർക്കും ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും അവിടെ നിന്ന് നേരെ തണ്ടർ കോർട്ട്യാർഡിലേക്ക് തിരിച്ചു. അവർ പോയി കഴിഞ്ഞതും എമിലി ബ്ലാക്കുമായി ടിയാൻഷി ബ്ലാക്ക് നേരെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു. ലീമാൻ ആരോടും ഒന്നും പറയാതെ അതിവേഗതയിൽ ഷീ കുടുംബത്തിലേക്ക് തിരിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും പല വഴിയിലേക്ക് അങ്ങ് തിരിയുകയാണ്. ഷീ കുടുംബത്തിൽ മടങ്ങിയെത്തിയ ലീമാൻ ഒന്നും മിണ്ടാതെ നേരെ സെക്ലൂഷനിലേക്ക് കടന്നു. അയാൾ ഇതുവരെ പഠിച്ചതും കേട്ടതും ഒന്നുമല്ല ശക്തി എന്ന് ലീമാന് പൂർണ്ണമായും ബോധ്യമായ നിമിഷമാണ്. ഫ്ലവർ ഗ്രാനിയുടെ ശക്തി അയാളെ അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാം. അയാളുടെ ഏറ്റവും ശക്തമായ മാന്ത്രിക സ്പെല്ലിനെ വെറുതെ വായുവിൽ കൈയൊന്നനക്കി അവസാനിപ്പിച്ച ഫ്ലവർ ഗ്രാനിയുടെ ആ പവർ അത് ലീമാനെ ശരിക്കും പിടിച്ചുലച്ചിട്ടുണ്ട്. അയാൾ ശരിക്കും അഹങ്കാരം തലയ്ക്കകത്തുള്ള ആളാണ്. പക്ഷെ എന്നിട്ടും അയാൾ ആ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഫ്ലവർ ഗ്രാനിയുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ചത്. എമിലി ബ്ലാക്കുമായി ബ്ലാക്ക് കുടുംബത്തിൽ മടങ്ങിയെത്തുമ്പോൾ ടിയാൻഷി ബ്ലാക്കിനോട് അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു പ്രായമുള്ള ട്രൂ സെയിന്റ് ഒരു കാര്യം ചോദിച്ചു. നമ്മൾ ആ ഫ്ലവർ ഗ്രാനിയോട് മുന്നിൽ അങ്ങനെ വഴങ്ങേണ്ടിയിരുന്നു. നീ കണ്ടതല്ലേ ലീമാന്റെ പെരുമാറ്റം? ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. സാക്ഷാൽ ഷീ ലീമാൻ മുട്ടുകുത്തി ഫ്ലവർ ഗ്രാനിയോട് മാപ്പപേക്ഷിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. ഫ്ലവർ ഗ്രാനിയെ തൊടാൻ പറ്റില്ല. ആ കാര്യം മനസ്സിലായ ആ ട്രൂ സെയിന്റ് ബ്ലാക്ക് കുടുംബത്തിൻ്റെ ആ ഹോളി ലോഡിനോട് ചോദിച്ചു, ഹോളി ലോഡ്, അപ്പോൾ നമ്മൾ മാർക്കിനെ വെറുതെ വിടാൻ പോവുകയാണ്? അതങ്ങനെയല്ല. 3 ദിവസം സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.